First of all, thank you, Mr. Amjit. And I'll introduce myself. My name is Rahul, and I'm working as Executive Director, JRR Science Solar Private Limited. It's in Udupi, Karnataka. And first of all, I would like to discuss a few things with you people. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ സോളാർ സെക്ടർ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ചയ്ക്ക് വയ്ക്കുന്ന ഒരു വിഷയമാണ് സോളാർ. ഇപ്പോൾ സോളാറിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം ഒരുപാട് കമ്പനീസും പലരും വരുന്നു, പലരും നിലനിൽക്കുന്നു, ചിലർ നിലനിൽക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉള്ള സമയമില്ല, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പം സോളാർ സെക്ടറിൽ നമ്മളിപ്പോൾ പ്രധാന ടോപ്പിക്കാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇറ്റ്സ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനകത്തെല്ലാം ചെറിയ ചെറിയ സംശയങ്ങൾ കാണും. എന്താണ് സോളാർ പാനൽ? ഒരുപക്ഷെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാനും ആലോചിക്കുന്നത്, ഞാൻ 2015-ലും 2012-ലും ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തും അന്നും സോളാറിനെ പറ്റിയൊക്കെ ഒരുപാട് സെമിനാറുകളും മറ്റുമൊക്കെ പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാനും സോളാറിനെ പറ്റി അത്രയും ബോധവാനായിരുന്നില്ല. പിന്നീട് ഞാൻ സൈറ്റ് വർക്കുകളിലൂടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കും പഠിക്കാൻ സാധിച്ചത്. സോ ഹിയർ ഐ ഇൻട്രൊഡ്യൂസ് യു പീപ്പിൾ ടു എ മച്ച് മോർ പ്രാക്ടിക്കൽ സെക്ഷൻ. ഐ തിങ്ക് സോ. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അതും വളരെ ഹെൽപ്ഫുള്ളായൊരു രീതിയിൽ തന്നെ. അപ്പോൾ പ്രധാനമായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യാം. പിന്നെ അത് ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോളാർ പാനൽസ്. സോളാർ പാനൽസ് പല ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോളാർ പവർ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യും. അതായത് സപ്പോസ് നമുക്കിപ്പോൾ ഒരു എൻക്വയറി വരികയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സൈറ്റ് കിട്ടുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് നമ്മളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ്, നമ്മളോട് നമ്മുടെ ഒരു റിലേറ്റീവ്സോ ആരെങ്കിലും ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ എത്ര കിലോ വാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റം വയ്ക്കേണ്ടി വരും? ഇത് ജനറലി എല്ലാവരും സാധാരണ ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. അപ്പം അത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ കഴിയും? അതായത് ഒരു ബേസിക് സോളാർ പവർ പ്ലാന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ബേസിക് ക്രൈറ്റീരിയസിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. അതായത് പിന്നെ അടുത്ത നമ്മുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ അത് വരുന്നത്, സോളാർ പവർ പ്ലാന്റ്സ് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതായത് ജസ്റ്റ് ഒരു പേരുകൾ പറയും, ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ്, അതുപോലെ VFD ബേസ്ഡ്, ഡ്രൈവ് ബേസ്ഡ്, അങ്ങനെ പല രീതിയിലുള്ള സോളാർ പവർ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് സോളാർ പാനൽസിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കിടക്കാം. അതായത് ഫസ്റ്റ് ഈ സോളാർ ടൈപ്സ് ഓഫ് സോളാർ പാനൽസ് എന്ന് പറയുമ്പം നമുക്ക് പ്രധാനമായിട്ട് സോളാർ പാനൽസിനകത്ത് വരുന്നത് മോണോ ക്രിസ്റ്റലൈൻ പാനൽസ് ഉണ്ട്, പോളി ക്രിസ്റ്റലൈൻ പാനൽസ് ഉണ്ട്, പിന്നെ അതിനുശേഷം പിന്നെ തിൻ ലെയർ പാനലുകൾ വന്നു സെക്കൻഡ് ജനറേഷനായിട്ട്. അപ്പം ഇതെല്ലാം നമുക്ക് നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ വളരെ സുപരിചിതമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. എന്നാലും കുറച്ച് അഡ്വാൻറ്റേജ് ഞാൻ പറയാം. മോണോയ്ക്ക് പോളിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലോ ലൈറ്റിൽ അഡീഷണൽ പവർ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. മാത്രം അതിൻ്റെ കാരണം അതിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതൊക്കെ നമുക്ക് നെറ്റിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഡീറ്റെയിൽസ് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ ഞാനത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് അറിയേണ്ടുന്ന കുറേ ബേസിക് കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് സോളാർ പാനലിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് നോക്കാം. മോണോ, പോളി ഉണ്ട്. പിന്നെ നിങ്ങളൊരു ഇൻഫർമേഷൻ വേണ്ടി പറയാം, നമ്മളിപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന സോളാർ പാനൽ ഏതാണെന്ന് ഈ ഒരു ചർച്ച കഴിയുമ്പോൾ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം. അതിൻ്റെ പേരാണ് മോണോ പെർക്ക് എന്ന് പറയുന്ന പാനലാണ്. മോണോ ക്രിസ്റ്റലൈനകത്ത് തന്നെ പെർക്ക് ടെക്നോളജി. അതിനകത്ത് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മുടെ പാനൽസ് എല്ലാം ക്രിസ്റ്റലൈൻ സിലിക്കൺ പാനൽസ് ആണ് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം, ക്രിസ്റ്റലൈൻ സിലിക്കൺ അതാണ് ഫസ്റ്റ് ജനറേഷൻ സോളാർ പാനൽസ്. അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ തിൻ ഫിലിം പാനൽസ് വന്നിട്ടുണ്ട്. പിന്നെ തേർഡ് ജനറേഷൻ ഇപ്പോൾ അണ്ടർ ഡെവലപ്മെന്റ് ആണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്റ്റലൈൻ സിലിക്കൺ പാനൽസിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. കാരണം അതാണ് മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ. 2015 ശേഷം ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പാനൽസ് ആണ് ക്രിസ്റ്റലൈൻ സിലിക്കൺ. ഒരുപക്ഷെ 2025 ശേഷം ഈ ക്രിസ്റ്റലൈൻ സിലിക്കൺ മാറി ഞാൻ പറഞ്ഞ ഈ തേർഡ് ജനറേഷൻ പാനലുകൾ തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് വരും. ആൻഡ് ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് ഫ്ലറിഷിംഗ് സോളാർ പാനൽസ്. അതിന്റെ കാരണം ഈ ക്രിസ്റ്റലൈൻ സിലിക്കൺ പാനൽസിന്റെ എഫിഷ്യൻസിയാണ്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ചർച്ചാ വിഷയം നമ്മുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോണോ പെർക്ക് എന്ന് പറയുന്ന പാനലിന്റെ കാര്യമാണ്.
അത് 2019 കഴിഞ്ഞ വർഷം, അതായത് 2019 ഇതേ മാസം ആണ് ഏകദേശം ഇന്ത്യയിലേക്ക് അത് വരും എന്നുള്ള ന്യൂസുകൾ വന്നു തുടങ്ങിയത്. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പാനൽസിലെ അപേക്ഷിച്ച് അപ് ടു 10-12% അതിന് അഡീഷണൽ എഫിഷ്യൻസി ഉണ്ട്. അതാണ് ഈ മോണോപെർക്ക് പാനലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസ്കഷനിൽ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള പാനൽ മോണോപെർക്ക് ആണ്. ഒരു 2-3 മാസമായുള്ളൂ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് സോളാർ പാനലിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ലാബിൽ യൂസ് ചെയ്യുന്ന ഡയോഡ് ഇല്ലേ, ഡയോഡ് പോലെ ഒരു ജംഗ്ഷനാണ് ഈ സോളാർ പാനലിനകത്ത് സിലിക്കൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഈ ഡയോഡിനുള്ളത് പോലെ തന്നെ ഈ 2 ജംഗ്ഷൻ സോളാർ പാനലിനകത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജംഗ്ഷനിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ എന്ത് പറ്റും? കറണ്ട് ഫ്ലോ, ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്തിട്ട് ജമ്പ് ചെയ്ത് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം ഈ ലൈറ്റ് വീണിട്ടാണ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്ന അറിയാം. അപ്പോൾ ഇനി എത്ര ലൈറ്റ് വീണാൽ എത്ര പവർ ജനറേറ്റ് ചെയ്യും, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. 1 മീറ്റർ സ്ക്വയറിൽ വീഴുന്ന ലൈറ്റ് റേഡിയേഷൻ ഫുൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. നല്ല ബ്രൈറ്റ് സമയത്ത് 1 മീറ്റർ സ്ക്വയറിൽ വീഴുന്ന ലൈറ്റ് റേഡിയേഷൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന പാനൽസിന് ആവറേജ് 16-21% ആണ് ഇതിൻ്റെ എഫിഷ്യൻസി. കമ്പനി അനുസരിച്ചും പാനലിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് അനുസരിച്ചൊക്കെ മാറും. അതായത് സെൽസിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. 60 സെൽ, 72 സെൽ, 32 സെൽ, അതുപോലെ തന്നെ 30 സെൽ, 32 ഇല്ല, 36, 30. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സീരീസ് കോമ്പിനേഷൻസ് വരുന്നത്. ഇപ്പോൾ സെൽസിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഇതിൻ്റെ എഫിഷ്യൻസിക്കെല്ലാം മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ വീഴുന്ന ലൈറ്റ് നമുക്ക് അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിൻ്റെ എനർജി അതായത് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 16-21 ആണ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ. പിന്നെ ലാബ് റിസൾട്ടുകളിൽ നമുക്ക് 40% വരെയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും മാർക്കറ്റ് ലെവലിൽ ആയിട്ടില്ല. നെക്സ്റ്റ്, അപ്പോൾ അടുത്തത് ഞാൻ ഈ പറഞ്ഞു വന്ന മോണോപെർക്കിൻ്റെ കാര്യമാണ്. ഇപ്പോൾ മോണോപെർക്കിനകത്ത് ഇവർ ചെയ്യുന്നത് ഇറ്റ്സ് എ മൾട്ടി ലെയർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിനെ എന്ത് ചെയ്യും? അഡീഷണൽ ജംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് അവരത് കളക്ട് ചെയ്ത് വീണ്ടും പവർ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു 10% അഡീഷണൽ അല്ലെങ്കിൽ 12% വരെ 10-12 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഈ മോണോപെർക്ക് പാനലിൻ്റെ ഏറ്റവും വലിയ എഫിഷ്യൻസി, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം അതിന് റീസണും ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ മോണോപെർക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടുന്ന ഒരു പ്രധാന പോയിന്റാണ്. പിന്നെ പാനലുകളെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം ബേസ്ഡ് ഓൺ വാട്ട്സ്. അതായത് അതിന് ഒരു വാട്ട്സോ അല്ലെങ്കിൽ അതിൽ താഴെയോ 0.5 വാട്ട്സ് തൊട്ട് 395 വാട്ട്സ് വരെയുള്ള പാനൽസ് ഇപ്പോൾ ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് മുകളിലൊക്കെ പാനൽസ് പലയിടത്തും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം കസ്റ്റം മെയ്ഡാണ്. ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അപ് ടു 395 അല്ലെങ്കിൽ 400 വാട്ട്സിനകത്താണ് ഇപ്പം ഈസിലി അവൈലബിൾ. പിന്നെ അതിനകത്ത് തന്നെ 5 വോൾട്ട്, 12 വോൾട്ട് അങ്ങനെ പാനൽസിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്സ് മാറുന്നുണ്ട്. 24 വോൾട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഹയസ്റ്റ്, അതായത് 395-400 വാട്ട്സിനകത്ത് വരുന്ന പാനലുകളുടെ റേറ്റഡ് വോൾട്ടേജ് 24 വോൾട്ട്. അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 44-45 റേഞ്ച് വരെ വരുന്ന 47 വരെ വരുന്ന മോണോപെർക്കിനകത്തൊക്കെ 47 വരെ വരുന്ന പാനൽസുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. പിന്നെ നമ്മൾ അറിയേണ്ടുന്ന സോളാർ പാനലിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വന്നിരിക്കുന്ന മറ്റൊരു സെക്ഷനാണ് BIPV. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. BIPV പാനൽസ്, അതായത് ബിൽഡിംഗ് ഇൻ്റഗ്രേറ്റഡ് ഫോട്ടോവോൾട്ടായിക് പാനൽസ്. അതായത് നമ്മളിപ്പം നമ്മുടെ ഒരു 10 വർഷം മുന്നേ 2010-2008 കാലഘട്ടം എടുത്താൽ അന്ന് നമ്മുടെ വീടുകളിലും മുകളിലൊന്നും നമ്മൾ ഈ കാണുന്ന പോലെ ഡ്രസ് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്ത് ഡ്രസ് വർക്ക് ഒരു ട്രെൻഡായി മാറി. അതായത് വീടുകളിൽ ചോർച്ച പ്രശ്നങ്ങൾ അങ്ങനെ വന്നു, അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അപ്പം അതിന് ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം ഇന്ന് നമുക്കിപ്പം ആ ഒരു സെക്ഷനിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇനി ഒരു 10 വർഷത്തിനകത്ത് നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളുടെ മുകളിൽ കുറച്ചെങ്കിലും നമ്മൾ ഈ BIPV പാനൽസ് വെക്കും. അതിൻ്റെ പ്രത്യേകത സോളാർ പാനൽ തന്നെയാണ്, പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പാനൽസ് ലീക്ക് പ്രൂഫാണ്. നമുക്ക് വീട്ടിൽ ഡ്രസ് വർക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങിൽ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസ് സ്ഥാപനങ്ങളുടെയോ മറ്റു മുകളിൽ നമുക്കിത് സ്ഥാപിക്കാൻ സാധിക്കും. അതൊരു സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ സോളാർ പാനലിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് സോളാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ ആയിരിക്കും പലരും കണ്ടിരിക്കുന്നത്, നേരിട്ട് കാണാൻ പറ്റിയവരും കാണും. അപ്പോൾ അതിനകത്ത് ബേസിക്കലി അത് ഒരു സിംഗിൾ സെല്ലാണ്.
അപ്പോൾ ആ സിംഗിൾ സെല്ലിൻ്റെ വോൾട്ടേജ് നമ്മൾ ഏകദേശം അറിയിക്കണം 0.56, ഒരു 0.5നും ഒരു 0.9 ഇടയ്ക്ക് 0.56 നമുക്ക് അതിൻ്റെ ഒരു വോൾട്ടേജ് ആയിട്ട് നമുക്ക് അതിനെ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ 0.56ൻ്റെ ഒരു സെല്ല് നമുക്ക് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് കൂട്ടിയെടുക്കാൻ പറ്റും, പക്ഷേ ആംബിയർ സെയിം ആയിരിക്കും. അപ്പോൾ ആംബിയർ കൂട്ടിയെടുക്കണോ, അതായത് വാട്ട്സ് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സീരീസ് ചെയ്ത സ്ട്രിങ്ങുകളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, പാരലൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ സെല്ലിൻ്റെ ഒരു ബേസിക് സോളാർ പാനലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ സീരീസ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. സീരീസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ 30 സെല്ലുകൾ സീരീസ് ചെയ്യാം, അത് നോട്ട് ചെയ്തു. 30 സെൽ സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, 36 സെൽ സീരീസ് കോമ്പിനേഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന പാനലുകളെ നമ്മൾ 12 വോൾട്ടിന്റെ ക്രൈറ്റീരിയ കൊണ്ടുവരും, 12 വോൾട്ട് പാനലുകളുടെ റേഞ്ചിൽ കൊണ്ടുവരും. പിന്നീട് നമുക്ക് വരുന്നത് 60 സെൽ സീരീസ് കോമ്പിനേഷനും 72 സെൽ സീരീസ് കോമ്പിനേഷനും, അതിനെയാണ് 24 വോൾട്ട് സീരീസ് കോമ്പിനേഷൻ വരുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, സോളാർ പാനലുകളിൽ നിന്ന് വരുന്നത് DC സപ്ലൈ ആണ്, എപ്പോഴും ഓർത്തിരിക്കുക, DC സപ്ലൈ. അപ്പോൾ ഈ DC സപ്ലൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അതിനും ഒരു വോൾട്ടേജും ഒരു കറണ്ടും ഉണ്ട്, അതെല്ലാം അറിയാം. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ സോളാർ പവർ പ്ലാന്റുകളെ, അതായത് പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ മിനിമം നമ്മൾ ചിന്തിക്കേണ്ടത് മിനിമം ഒരു 1 കിലോവാട്ട് റേഞ്ചെങ്കിലും നമ്മുടെ മനസ്സിൽ വരണം, അതായത് 1000 വാട്ട്സ് പാനൽ. അപ്പോൾ 1000 വാട്ട്സ് പാനൽ എന്നൊക്കെ പറയുമ്പോൾ മിനിമം അതിനകത്ത് നമ്മൾ 12 വോൾട്ടിൻ്റെ എങ്കിലും പാനലുകൾ വെച്ച് വേണം ചെയ്യാൻ, മിനിമം 12. പക്ഷേ എപ്പോഴും വോൾട്ടേജ് കൂടി നിൽക്കുന്നതാണ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂട്ടുന്നത്. നമുക്കറിയാലോ I²R ലോസ്, കറണ്ട് കുറഞ്ഞു നിന്നാൽ വോൾട്ടേജ് കൂടി നിൽക്കും. വോൾട്ടേജ് കൂടി നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വോൾട്ടേജ് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് I²R ലോസ് കുറയ്ക്കാൻ പറ്റും. അപ്പം വോൾട്ടേജ് കൂടിയ പാനൽസ് ചൂസ് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ ഈ സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ അടുത്തായിട്ട് പിന്നെ ഈ സോളാറിന്റെ കുറച്ച് അഡ്വാൻസ് ടെക്നോളജി, ഈ സോളാർ സ്കിൻസ്, അതൊക്കെ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾ തന്നെ അതൊക്കെ റെഫർ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ വളരെ ഒരു റിസർച്ച് ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പ്രാക്ടിക്കലി അതിനൊന്നും വലിയ സ്കോപ്പായി തുടങ്ങിയിട്ടില്ല. സോളാർ സ്കിൻസ് നോക്കണം. പിന്നെ ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു, ഫസ്റ്റ് ജനറേഷൻ സോളാർ പാനൽസ് ആണ് ക്രിസ്റ്റലൈൻ സിലിക്കൺ. സെക്കൻഡ് ജനറേഷൻ ആയിരുന്നു തിൻ ഫിലിം. തിൻ ഫിലിമിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തിൻ ഫിലിം കുറച്ച് കോസ്റ്റ് എഫക്റ്റീവും മറ്റും ഒക്കെയാണ്, പക്ഷേ അതിനൊരു ഇഷ്യൂ എഫിഷ്യൻസി വളരെ കുറവാണ്. അതുകൊണ്ട് അതിന് വലിയ പ്രചാരം കിട്ടിയില്ല. And recently, this thin film panels, when compared to the total sale of the volume of the solar panels, they are having a very low market share. So, അപ്പോൾ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് ജനറേഷൻ സോളാർ പാനൽസ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടൈപ്പ് പാനൽസ് റിസർച്ച് നടക്കുകയാണ്. അതിൽ ഏതിനായിരിക്കും ഹയസ്റ്റ് എഫിഷ്യൻസിയും ഹയസ്റ്റ് ലോവസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റും മറ്റു കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ഇത് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ അതിനകത്ത് പല ടൈപ്പ് പാനൽസ് വരുന്നുണ്ട്. ഇപ്പം ഒരു PSC എന്ന് പറയുന്ന ഒരു പാനലാണ് അതിന് ഏറ്റവും റീസെന്റ് ആയിട്ട് മാർക്കറ്റിൽ വരാൻ സാധ്യത. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോളാർ പാനൽസിന്റെ ഇൻഫർമേഷൻ. അടുത്ത് നമുക്ക് ടോപ്പിക്കുകളിലേക്ക് മാറാം. ഇനി ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, നമ്മളൊരു സോളാർ പവർ പ്ലാന്റ് ഡിസൈൻ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു റിക്വയർമെന്റ് വന്നിരിക്കുകയാണ്. സപ്പോസ് ഇപ്പോൾ ഒരു 2000 rupees കറണ്ട് ബില്ലുള്ള ഒരു വീടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യാപാര സ്ഥാപനം, എനിത്തിങ് ഇറ്റ് ക്യാൻ ബി. സോ റിക്വയർമെന്റ് വരുമ്പോൾ വി ഹാവ് ടു ഡിസൈൻ ഇറ്റ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിനകത്ത് ഒരു ഐഡിയയും കിട്ടുന്നില്ല, എവിടുന്ന് തുടങ്ങണം, മനസ്സിലായി. അപ്പം ഇപ്പോൾ 2000 രൂപ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര യൂണിറ്റ് അവിടെ കൺസ്യൂം ചെയ്തു, അതിനാണ് നമ്മൾ 2000 രൂപ KSEBിക്ക് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എത്ര യൂണിറ്റ് നമ്മളവിടെ കൺസ്യൂം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് കൺസപ്ഷന്റെ ബേസിസിലാണ് നമ്മൾ ഫസ്റ്റ് ഈ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോൾ ഈ 2000 രൂപ പറഞ്ഞ കേസിൽ ഇപ്പോൾ ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 7 യൂണിറ്റ് അല്ലെങ്കിൽ 6 യൂണിറ്റ് ആവറേജ് ഒരു ദിവസം കൺസപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തെടുക്കുക. അതായത് നമുക്ക് ഒരു കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ്, നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ മടിയൊന്നും വിചാരിക്കരുത്, തീർച്ചയായിട്ടും അത് എഴുതിയെടുക്കേണ്ടുന്ന ഒരു പോയിന്റാണ്. 1 കിലോവാട്ട്, അതായത് 1000 വാട്ട്സ് പാനലിൽ നിന്ന് ആവറേജ് വി വിൽ ജനറേറ്റ് 4 യൂണിറ്റ്സ് ഓഫ് എനർജി പെർ ഡേ. ഒരു യൂണിറ്റ് ഒക്കെ എന്താണെന്ന് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്, നമുക്കത് അറിയാം. അപ്പം 4 യൂണിറ്റ് എനർജി നമ്മൾ ഒരു ദിവസം ജനറേറ്റ് ചെയ്യും. അത് മഴയുള്ളപ്പം 3ലേക്ക് പോവാം, നല്ല വെയിലുള്ളപ്പം 5ലേക്ക് പോവാം. വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് as 4. ഓക്കെ, ഇപ്പോൾ പുതിയ മോസ്റ്റ് മോഡേൺ പാനൽസിൽ 4 മേളിൽ നമുക്ക് ആവറേജ് പറയാൻ പറ്റും, ബട്ട് വി വിൽ കൺസിഡർ ഇറ്റ് as 4. അപ്പോൾ 1 കിലോവാട്ടിൽ നിന്ന് 4 യൂണിറ്റ് എനർജിയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊന്നുകൂടെ പറയാൻ, ഇറ്റ്സ് എ പ്യുവർ പ്രാക്ടിക്കൽ സെക്ഷൻ. റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്, ഇറ്റ്സ് എ പ്യുവർ പ്രാക്ടിക്കൽ സെക്ഷൻ. നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റും. സപ്പോസ് ഇപ്പോൾ 2000 രൂപ കറണ്ട് ബില്ല് വരികയാണെങ്കിലുള്ള കേസാണ് ഈ പറയുന്നത്. അപ്പോൾ 1 കിലോവാട്ടിൽ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടുന്നു? 4 യൂണിറ്റ്. 2 കിലോവാട്ട് വെച്ചാൽ 8 യൂണിറ്റ്. സോ
നമുക്ക് ഒരു 2 കിലോ വാട്ട് സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര എനർജി ജനറേറ്റ് ചെയ്യാം എന്നുള്ള ഡിസൈൻ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു അടുത്ത ചോദ്യം, നമ്മൾ ഈ 8 യൂണിറ്റ് എനർജി ഈ വീട്ടിൽ 2000 രൂപ ഉപയോഗിക്കുന്ന ഈ വീടല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഈ 8 യൂണിറ്റ് എനർജി നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുന്നു? പകലാണോ യൂസ് ചെയ്യുന്നത്, രാത്രിയിലാണോ യൂസ് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ 8 യൂണിറ്റ് എനർജി നമുക്ക് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് വേണോ? ഇപ്പം ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയസ് പിന്നീടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കും, നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും നമ്മൾ ഇപ്പം ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് കറണ്ട് പോയാലും സപ്ലൈ കിട്ടണം. അന്നേരം വി വിൽ ബി ചൂസിങ് വൺ ടൈപ്പ് ഓഫ് സോളാർ സിസ്റ്റം ആൻഡ് ദാറ്റ് വിൽ ബി കാൾഡ് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം. ഇതും നിങ്ങൾ ജസ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട് എഴുതുക, ടൈപ്സ് ഓഫ് സോളാർ പവർ പ്ലാന്റ്. ടൈപ്സ് ഓഫ് സോളാർ പവർ പ്ലാന്റിനകത്ത് വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് ഓഫ് ഗ്രിഡ് സോളാർ പവർ സിസ്റ്റം. അത് നമുക്കെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ വീടുകളിലെല്ലാം എല്ലാ വീടുകളുടെയും സ്റ്റെയറിനടിയിലായിരിക്കും മിക്കവാറും ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കാണും. ഒരു ഇൻവെർട്ടറും ഒരു ബാറ്ററി. അപ്പോൾ അതുപോലത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഈ ബാറ്ററിയെ ഇപ്പം നമ്മൾ കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്നു, അതിന് പകരം എന്ത് ചെയ്യും? സോളാർ പാനൽ വെച്ച് ചാർജ് ചെയ്യും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് നമുക്ക് വീട്ടിൽ ആവശ്യം പോലെ പവർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇനി മറ്റ് ക്രൈറ്റീരിയസ് വീണ്ടും വരും. എത്ര ബാറ്ററി യൂസ് ചെയ്യണം, എത്ര KVA ഇൻവെർട്ടർ യൂസ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഓരോ സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ലൈറ്റും ഫാനും മാത്രം ഇടുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു 2 KVA ഇൻവെർട്ടർ തന്നെ വെച്ചാൽ മതിയോ. അതേസമയം വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ ഇതൊക്കെ അരമണിക്കൂറൊക്കെ ഓടുന്നു, അങ്ങനെയൊക്കെ പല സൈറ്റുകളിൽ ഇതിനനുസരിച്ച് വേരിയേഷൻസ് വരും. അപ്പോൾ ഈ വേരിയേഷൻസ് വരുന്നതിനനുസരിച്ച് വി ഹാവ് ടു ഡിസൈൻ. അപ്പോൾ ചിലപ്പോൾ 5 KVA ഇൻവെർട്ടറും അതിന് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ ബാറ്ററീസ് വെക്കേണ്ടി വരും. ബാറ്ററിയുടെ പല ടൈപ്പ് കപ്പാസിറ്റീസ് ഉണ്ട്, അത് ഞാൻ അങ്ങോട്ട് വരാം. അപ്പം ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ഓഫ് ഗ്രിഡിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വരുന്ന കമ്പോണൻസ് ഇതൊക്കെയാണ്. ഓഫ് ഗ്രിഡിനകത്ത് ഒരു ഇൻവെർട്ടർ കാണും, ഇതുപോലൊരു ബാറ്ററി കാണും, ജസ്റ്റ് ഒരു ചാർജർ കാണും, അതിനുശേഷം ഇത് പറഞ്ഞ പോലെ 2 കിലോവാട്ട് സോളാർ പാനൽ. അതാണ് ജസ്റ്റ് ഇതിന്റെ ഒരു സർഫസ് ലെവലുള്ള കുറച്ച് ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമ്മൾ ഇനിയിപ്പം വീണ്ടും നമ്മൾ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം. നമ്മൾ ഈ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭകരം ഇപ്പോൾ ബാറ്ററി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാം. ഒരു ബാറ്ററി വെച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് വിൽ ബി വെരി ഹൈ. അപ്പോൾ അതെപ്പോഴും ചിന്തിക്കുന്നത് ഓഫ് ഗ്രിഡിന് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഇനി ഓഫ് ഗ്രിഡ് മാറ്റിക്കൊണ്ട് നമുക്ക് രണ്ടാമത്തെ സിസ്റ്റമാണ് ഓൺ ഗ്രിഡ്. ഈ ഓൺ ഗ്രിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് ഡയറക്റ്റ് DC പവർ ജനറേറ്റ് ചെയ്യുന്ന സോളാർ പാനൽസിൽ നിന്ന് ഈ പവറിനെ നമ്മൾ നേരെ ഒരു ഇൻവെർട്ടറിലേക്ക് കൊണ്ടുവരുന്നു. ആ ഇൻവെർട്ടറിൽ നിന്നാണ് ഇത് എങ്ങോട്ട് പോകുന്നത്? KSEBക്ക് നേരിട്ട് പോവാണ്. അപ്പം KSEBിലോട്ടാണ് നമ്മൾ ഈ ഇൻവെർട്ടേഴ്സിന്റെ സപ്ലൈ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ചിന്തിക്കണം, എന്ത് സംഭവിക്കും? കറണ്ട് പോകുമ്പോൾ ഇതും ഓഫ് ആവും. സോ ദർ വിൽ നോട്ട് ബി ആൻ ബാക്കപ്പ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. പക്ഷേ എക്കണോമിക് സൈഡ് കൺസിഡർ ചെയ്യുമ്പം ഓൺ ഗ്രിഡ് ആണ് ലാഭകരം. അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഏതൊരു വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് ഇത്ര വർഷം കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വിത്തിൻ എ പീരീഡ് യു ഹാവ് ടു ഗെറ്റ് ദറ്റ് റിട്ടേൺ. നമ്മൾ 2000 രൂപ വെച്ച് 2 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നത് കുറഞ്ഞത് ഒരു 5 വർഷം കൊണ്ടെങ്കിലും തിരിച്ച് കിട്ടണം. അപ്പോൾ ഓഫ് ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 5 years എങ്കിലും എടുക്കും തിരിച്ച് കിട്ടാൻ. പക്ഷേ ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ 2 to 2.5 years നമുക്കത് തിരിച്ച് കിട്ടും. അപ്പോൾ ടൈപ്സ് ഓഫ് സോളാർ പവർ പ്ലാന്റ്സിൽ എഴുതേണ്ടുന്ന 2 കാര്യങ്ങൾ, ഓഫ് ഗ്രിഡ് ഞാൻ പറഞ്ഞു വിത്ത് ബാറ്ററി, ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ബാറ്ററി ഡയറക്റ്റ് KSEBിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ഹൈബ്രിഡ് വരുന്നുണ്ട്, അതിനകത്ത് ബാറ്ററിയും കാണും പക്ഷേ KSEBിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതൊരു ജസ്റ്റ് UPS ഫംഗ്ഷൻ പോലെ കറണ്ട് പോകുന്ന സമയം കുറച്ച് നേരത്തേക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ബാക്കപ്പ് നമുക്കതിൽ കാണും. അപ്പോൾ അതാണ് ഹൈബ്രിഡ് സിസ്റ്റം. നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല, എന്നാലും വർക്കുകൾ നടക്കുന്നുണ്ട് പ്രാക്ടിക്കലി. പക്ഷേ അതിന് വളരെ സ്കോപ്പ് കുറവാണ്. കാരണം ബാറ്ററിയുടെ ഇൻവെസ്റ്റ്മെന്റ് അതിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പം അതും ഈ പറയുന്ന പോലെ ഒരു 5 വർഷമെങ്കിലും കഴിയും അതൊന്ന് ഫീസിബിൾ ആയി വരാൻ. അതിനുശേഷം നമ്മൾ ഇനിയിപ്പം കൂടുതൽ നീട്ടുന്നില്ല. ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഞാൻ ഇനി നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് സോളാർ പാനൽസ്, ഇൻവെർട്ടേഴ്സ്, ബാറ്ററി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മൾ വിട്ടുപോയ ഒരു പ്രധാന ഘടകമുണ്ട്, MPPT, മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് ഡിവൈസ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ബിടെക്കിന് ജോയിൻ ചെയ്ത് ഒരു 2ാമത്തെ വർഷം തൊട്ട് കേൾക്കുന്ന ഒരു പദമായിരിക്കും MPPT. വാട്ട് ഈസ് ദിസ് MPPT? എല്ലാവർക്കും സംശയം കാണും. എല്ലാവരും പറയും MPPT സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വസ്തുവാണ്. MPPT ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ MPPTയുടെ ഒരു ഡിവൈസിൻ്റെ ഒരു ഓപ്പൺ ഫിഗർ ഉണ്ട്, നിങ്ങൾക്കത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് MPPTയുടെ ഇന്റേണൽ സർക്യൂട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ക്ലിയർ അല്ലേ? ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി ഒരു മോസ്ഫെറ്റ് ഡ്രൈവ് സർക്യൂട്ട് ഉണ്ട്. ഇത് ഹീറ്റ് സിങ്ക് ആണ്. ഇതിനകത്ത് മോസ്ഫെറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. മോസ്ഫെറ്റ് ഉണ്ട്. ഇപ്പോൾ സോളാർ പാനലിൽ നിന്ന് വരുന്നു. സോളാർ പാനലിൽ സപ്ലൈ വന്നിട്ട് ഈ കോയിലുകളിലേക്കാണ് കയറുന്നത്. ഈ കോയിലിന് ശേഷം മോസ്ഫെറ്റിന് ശേഷം നമുക്ക് റിക്വയർഡ് വോൾട്ടേജ് ലെവലിലോട്ട് അത് സ്വിച്ച് ചെയ്ത് ഔട്ട്പുട്ട് തരും. അപ്പോൾ ഇതിപ്പോൾ ഒരു 48 വോൾട്ട് 4 ബാറ്ററി കൊടുക്കുന്ന ഒരു MPPT ആണ്.
ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ MPPT ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും എല്ലാവരും പറയും MPPT എന്താണ് അതിന്റെ പ്രത്യേകത, അതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ എന്താണ് നടക്കുന്നത്, അതൊരു ചോദ്യം തന്നെയാണ്. ഞാനും ഒക്കെ ഒരുപാട് വർഷം ഇത് നടന്ന് പഠിച്ചതിന് ശേഷമാണ് എനിക്കും അതിനെപ്പറ്റി മനസ്സിലായത്. ഇപ്പോൾ MPPTക്ക് അത് ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത് ഹയർ വോൾട്ടേജ് ആണ്. അതായത് നമ്മൾ 48 വോൾട്ട് ബാറ്ററി ആണെന്ന് പറഞ്ഞു. 48 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി 12 വോൾട്ടാണ്. നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നതും കാറിനകത്തും എല്ലാം ഇരിക്കുന്ന ബാറ്ററി 12 വോൾട്ടാണ്. വോൾട്ടേജ് 48 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സീരീസ് ചെയ്യണം. അപ്പോൾ ഈ സീരീസ് ബാറ്ററീസ് ആണ്, സീരീസ് ചെയ്ത ബാറ്ററിയാണ് നമുക്ക് 48 വോൾട്ട് തരുന്നത്. അപ്പോൾ 4 ബാറ്ററി ഉള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ 48 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടണം. 48 വോൾട്ട് പക്ഷേ വിത്ത് MPPT ആണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ MPPTയുടെ പ്രത്യേകത, വി ക്യാൻ ഗീവ് ഹയർ വോൾട്ടേജസ്. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഹയർ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഉള്ള നമ്മളുടെ ബെനിഫിറ്റ് എന്താണ്? ഹയർ വോൾട്ടേജുകളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ പുഷിങ്. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ബേസിക് ഇലക്ട്രിക്കലിൽ പ്രധാനപ്പെട്ട 2 ഘടകമാണ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതിന്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഈ ഫീൽഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൈൻഡ് വെച്ചിരിക്കുക, ഇറ്റ് ഇസ് ദ പ്രഷർ. കറണ്ടിന്റെ ആ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള പ്രഷർ കൊടുക്കുന്നതാണ് ഈ വോൾട്ടേജ്. ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ വീടുകളിലെ പ്ലംബിംഗ് സിസ്റ്റം ഓർത്തിരുന്നാൽ മതി. അതിനകത്ത് വെള്ളം ഒഴുകിപ്പോവും. അപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്ന പല കനത്തിലുള്ള പൈപ്പിലാണ് വെള്ളം ഒഴുകിപ്പോകുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോവാനായിട്ട് അവിടെ എന്ത് വേണം? വി നീഡ് എ പ്രഷർ. ആ പ്രഷറിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? ഇറ്റ്സ് വോൾട്ടേജ്. ആൻഡ് ആ പൈപ്പിന്റെ ഡയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് എ കണ്ടക്ടർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ആ ഒഴുകിപ്പോകുന്ന ഏരിയ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. ബട്ട് ദ പ്രഷർ റിമെയിൻസ് ദ സെയിം. അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ്, നമ്മുടെ നോർമൽ ലൈൻ വോൾട്ടേജ് 230 ആണ്. KCB ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്നത് സിംഗിൾ ഫേസിൽ 230 ആണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന MPPTയുടെ കേസിൽ നമ്മൾ 48 വോൾട്ട് ഉള്ള ഒരു ബാറ്ററിയിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹയർ വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ ഒരു ഞാൻ കാണിച്ച ഡിവൈസിനകത്ത് കൊടുക്കാവുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 160 വോൾട്ട് 200 വോൾട്ട് ആണ്. ഇപ്പോൾ 200 വോൾട്ട് നമുക്ക് അതിനകത്ത് ഏകദേശം കൊടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചു, നമ്മുടെ 24 ഒരു 400 വാട്ട്സ് പാനലിന്റെ ഏകദേശമുള്ള അതിന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആ ടൈം സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കുക. റേറ്റഡ് വോൾട്ടേജ് ആണ് അറൌണ്ട് 24. പക്ഷെ നമ്മളത് ഒരു മൾട്ടിമീറ്റർ വെച്ച് വെറുതെ ഒരു ലോഡൊന്നും ഇല്ലാതെ മെഷർ ചെയ്താൽ അപ് ടു 45 വോൾട്ട് വരെ അത് കാണിക്കാം എന്നുള്ളതാണ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ്. പ്രാക്ടിക്കലിൽ 43, 44, 45 ടെമ്പറേച്ചറിനെയും സോളാർ റേഡിയേഷൻ ഇന്റൻസിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിട്ട് വോൾട്ടേജിനകത്ത് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ 45 വോൾട്ടിൽ എത്ര പാനൽ വേണ്ടി വരും? ഏകദേശം 160 നമുക്ക് അറ്റൈൻ ചെയ്യാം. 4 to 5 പാനൽസ്, നമുക്ക് 4 പാനൽസ് ചൂസ് ചെയ്യാം. അപ്പോൾ അറൗണ്ട് ഒരു 180 വോൾട്ട് ആയിരിക്കും നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ ഈ 180 വോൾട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 48 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ MPPT ചെയ്യുന്നത് ഇറ്റ് ഇസ് എ സ്വിച്ചിങ് ഡിവൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്വിച്ചിങ് ഡിവൈസ്, നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്, എല്ലാം സ്വിച്ചിങ് ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, എൻ്റെ മൊബൈൽ ഫോൺ ഏതെടുത്താലും ഇറ്റ് ഹാസ് സം സോർട്ട് ഓഫ് സ്വിച്ചിങ്. എല്ലായിടത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുന്ന സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ, SMPS, ഇതിനകത്തെല്ലാം സ്വിച്ചിങ് ആണ്. അപ്പോൾ സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്നേരം ആലോചിക്കും എന്താണ് സ്വിച്ചിങ്, സ്വിച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ഈ 160 വോൾട്ട് നമ്മൾ ഡയറക്റ്റ് എടുത്ത് 48 വോൾട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഷുവർ എന്തായാലും ബാറ്ററിയുടെ കാര്യത്തിൽ there will be some problem ഷുവർ. അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണ്? ഈ സ്വിച്ച് ചെയ്ത് വോൾട്ടേജിന് റെഗുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററി ചാർജ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. the potential of the battery അല്ലെന്നുണ്ടെങ്കിൽ if the state of charge of the battery if it is low, what happens is that ഈ ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ റെസിസ്റ്റൻസ് കുറവായാൽ എന്ത് പറ്റും? നന്നായിട്ട് അത് ചാർജ് റിസീവ് ചെയ്യും. അതാണ് അവിടെ പ്രാക്ടിക്കലി നടക്കുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പവർ ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഹയർ വോൾട്ടേജ് ഇതങ്ങോട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഈ ബാറ്ററി ഈ വരുന്ന പവറിനെ എല്ലാം റിസീവ് ചെയ്യും. അപ്പോൾ ഈ ചാർജിങ് തന്നെ 3 മോഡുണ്ട്. ബൾക്ക് മോഡ്, ഈ ബൾക്ക് മോഡിലായിരിക്കും ആദ്യം റിസീവ് ചെയ്യുക. അപ്പോൾ കുറേ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി ഫില്ലാവും. അപ്പോൾ പിന്നെ എന്ത് പറ്റും? പിന്നീട് വരുന്ന പവറിനെ കൺട്രോൾ ചെയ്ത് വിടണം. ആ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഈ മോസ്ഫെറ്റ് വെച്ചിട്ട് ഇതിനെ സ്വിച്ച് ചെയ്ത് വിടുന്നത്. അപ്പോൾ സ്വിച്ച് ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് ആ ബാറ്ററി വോൾട്ടേജ് 48 ആണ്. 48 വോൾട്ട് സിസ്റ്റം മാക്സിമം ചാർജ് ആവാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് 60 വോൾട്ട് വരെ കൊടുത്തെങ്കിൽ, അതായത് ഒരു ബാറ്ററിയിൽ 15 വോൾട്ടിനകത്ത് കൊടുത്തെങ്കിൽ 15 അല്ലെങ്കിൽ 15.5 ആ വാല്യൂ വരെ പോവാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാറ്ററി ഫുൾ ചാർജ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ചാർജിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ വരുന്ന ഫുൾ പവറിനെ കൊടുക്കാൻ പറ്റില്ല. അതിനെ സ്വിച്ച് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ വരുന്ന പവറിനെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് സ്വിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാറ്ററിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ MPPTക്ക് അത് ചെയ്യുന്നത് ഈ സ്വിച്ച് ചെയ്തുള്ള കൺട്രോളിനെയാണ് നമ്മൾ ഈ MPPTക്ക് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ ഒരു കോയിൽ കാണിച്ചു. അപ്പോൾ ഈ സ്വിച്ച് ചെയ്യുന്ന സമയത്ത്
ഇതിനകത്ത് ഹൈ വോൾട്ടേജ്, അതായത് ഈ വിട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സർജ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന പോസിബിലിറ്റി ഉണ്ട്. ആ സർജ് വോൾട്ടേജിനെ ബ്ലീഡ് ചെയ്ത് കളയാനുള്ള ഇൻഡക്ടർ കോയിലുകളാണ് അതിൽ ഇരിക്കുന്നത്. അന്നേരം ഈ ഇതിനകത്തിരിക്കുന്ന മോസ്ഫെറ്റിനൊന്നും ഡാമേജ് വരില്ല. സർജ് വോൾട്ടേജ് ഇലക്ട്രോണിക് കമ്പോണൻസിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പം അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാം ഒഴിവാക്കാനാണ് നമ്മുടെ അവിടെ ഇൻഡക്ടർ കോയിൽ യൂസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് MPPTയെ പറ്റി ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ MPPTയുടെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഗിവിംഗ് ഇൻപുട്ട് സപ്ലൈ ആസ് എ വെരി ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിൽ നിന്നാണ് നമ്മൾ ലോ വോൾട്ടേജിലോട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ MPPT എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി ഇൻ എ ബക്ക് മോഡ്. ബക്ക് MPPTs ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും ബൂസ്റ്റ് MPPTs ഇല്ലേ? തീർച്ചയായിട്ടും ബൂസ്റ്റ് MPPTs ഉണ്ട്. കാരണം ഹയർ വോൾട്ടേജ് സിസ്റ്റം, നമ്മൾ സോളാർ പാനലുകൾ സീരീസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 1000 വോൾട്ടിനകത്തെ പാനലുകൾ സീരീസ് ചെയ്യാൻ പറ്റും. സപ്പോസ് വി റിക്വയർ എ സിസ്റ്റം വോൾട്ടേജ് വെയർ സിസ്റ്റം വോൾട്ടേജ് ഈസ് മോർ ദാൻ 1000 വോൾട്ട്. ആ സമയത്ത് നമ്മൾ 1000 വോൾട്ടിനകത്ത് കിട്ടുന്ന DC പാനൽ വോൾട്ടേജുകൾ നമ്മൾ എന്ത് ചെയ്യണം? ബൂസ്റ്റ് ചെയ്യണം. പക്ഷേ അത്തരം സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അത് മെഗാവാട്ട് റേഞ്ചുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ കിലോവാട്ട് റേഞ്ചുകളിലോ വരുന്ന സിസ്റ്റത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ലെവലിൽ അത് വലിയ പ്രായോഗികത വരുന്നുണ്ടെങ്കിലും അത് വളരെ ഹയർ ലെവലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ബൂസ്റ്റ് MPPTയുടെ കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വരുന്നത് സ്റ്റോറേജ് ഡിവൈസ്. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സംശയങ്ങൾ തോന്നും. ബാറ്ററിയാണ്. ബാറ്ററിക്ക് എത്ര ലൈഫ് കാണും, എന്ത് തരം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. സോളാറിന് യൂസ് ചെയ്യുന്ന ബാറ്ററി C10 റേറ്റിംഗ് ഉള്ള ബാറ്ററിയാണ്. C10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അത് നമുക്കിപ്പോൾ ഒരു 12 വോൾട്ട് ബാറ്ററി ഉണ്ട്. സപ്പോസ് ഇപ്പോൾ ഒരു 100 Ah ബാറ്ററി, തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും 100 Ah ബാറ്ററി, വാട്ട് ഈസ് എ 100 Ah? 100 Ah എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിൻ്റെ കപ്പാസിറ്റിയാണ്. 200 Ah ബാറ്ററി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ 100 Ah പറയുന്നു, 200 Ah പറയുന്നു. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്നെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന കറണ്ടിനൊക്കെ ഒരു ലിമിറ്റ്സ് ഉണ്ട്, പല ലിമിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഫോൺ ബാക്ക് കവർ ഊരി നോക്കിക്കഴിഞ്ഞാൽ അത് C5 റേറ്റിംഗ് കാണാം. അത് കുറേ കൂടെ അഡ്വാൻസ്ഡ് ബാറ്ററീസ് ആണ്, പ്രത്യേകിച്ച് ലിഥിയം അയൺ ബാറ്ററീസ്. അതുകൊണ്ടാണ് അത് ഈ EVയിലെല്ലാം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണവും. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞു വരാം. അപ്പോൾ ഈ C10 റേറ്റിംഗ് ഉള്ളതാണ് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇപ്പോൾ പോപ്പുലർ. കാരണം മറ്റൊന്നുമല്ല, കമ്പയർ ടു കോസ്റ്റ് ലിഥിയം അയൺ ബാറ്ററി 2 to 3 ടൈംസ് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയെക്കാളും കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ലെഡ് ആസിഡ് ബാറ്ററി ഇത്ര പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ C10 റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ബാറ്ററിയുടെ ഡിസ്ചാർജ് റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇൻവെർട്ടർ ബാറ്ററിയുടെ C20 റേറ്റിംഗ് ആണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ കിട്ടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് C20 റേറ്റിംഗ് ഉള്ള ബാറ്ററിക്കാളിലും ഡബിൾ കപ്പാസിറ്റിയിൽ നമുക്ക് C10 റേറ്റിംഗ് ഉള്ള ബാറ്ററീസ് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് ഇപ്പോൾ ഒരു 150 Ah ബാറ്ററി C10 റേറ്റിംഗ് ഉള്ളതാണെങ്കിൽ നമുക്കൊരു 15 amperes ഡിസ്ചാർജ് ചെയ്യാമെങ്കിൽ C20 റേറ്റിംഗ് ഉള്ള ബാറ്ററി ആണെങ്കിൽ നമുക്ക് അതിന്റെ ഹാഫ് അപ് ടു 7.5 amperes മാത്രമേ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ. അതാണ് അതിന്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യം. പിന്നെ അപ്പോൾ ബാറ്ററിയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോളാറിന് യൂസ് ചെയ്യുന്ന C10 ബാറ്ററികൾ 5 വർഷവും റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്ന ബാറ്ററികളുണ്ട്. അപ്പോൾ ആ ബാറ്ററികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ നമുക്ക് അത്രയും കൂടുതൽ തരികയാണ്. സാധാരണ ബാറ്ററി നമുക്ക് അത്രയും ലൈഫ് കിട്ടില്ല. കാരണം ഇൻവെർട്ടർ ബാറ്ററി പോലെയല്ല, ഈ ബാറ്ററി ത്രൂ ഔട്ട് ദ ഇയർ 365 days കംപ്ലീറ്റ് ഇത് ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്ലേറ്റ്സും അതിന്റെ ഡിസൈനിങ് എല്ലാം അത്രയും ഹെവി ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററികൾക്ക് ലൈഫും കൂടുതലാണ്, വളരെ ഹെവി ബാറ്ററീസ്, വെയിറ്റും കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് C10 ബാറ്ററീസ്. ഇനി നമുക്ക് അറിയേണ്ടുന്നത് ഇതിന്റെ ഇൻവെർട്ടറുകളെ പറ്റിയാണ്. ഇൻവെർട്ടർ സൈൻ വേവ് ഇൻവെർട്ടേഴ്സ് എന്ന് കേട്ടാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്ക്വയർ വേവ് കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് സ്ക്വയർ വേവ് ആയിരുന്നു. പറയുമ്പോൾ പഴയ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യാം. സ്ക്വയർ വേവ് ആയിരുന്നു. സ്ക്വയർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 50 Hz കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിരുന്നു. ബട്ട് ആക്ച്വലി നമുക്ക് പ്രാക്ടിക്കലി അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. സ്ക്വയർ വേവ് ഇൻവെർട്ടേഴ്സ് ഇൻഡക്റ്റീവ് ലോഡിൽ കണക്ട് ചെയ്യുമ്പോൾ ഹമ്മിങ് വരും. അതിന്റെ കാരണം ഇറ്റ് ഈസ് നോട്ട് ജനറേറ്റിംഗ് ആൻ എക്സാക്ട് സ്ക്വയർ വേവ്. നമുക്ക് എക്സാക്ട് ആയിട്ടൊരു സ്ക്വയർ വേവ് പ്രാക്ടിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ റീസൺ. അതൊരു പൾസേറ്റിംഗ് വേവ് ആണ് ആക്ച്വലി അത് പ്രാക്ടിക്കലി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈൻ വേവിലേക്ക് വന്നു. സൈൻ വേവിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേവ്സ് കുറെ കൂടെ സ്മൂത്തനായി. പക്ഷേ നമുക്ക് നമ്മുടെ KSEBയുടെ സബ്സ്റ്റേഷനിൽ ഇരിക്കുന്ന ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്നത് പോലെ എക്സാക്ട് സൈൻ വേവ്സ് നമുക്ക് ഒരിക്കലും ജനറേറ്റ് ചെയ്യാൻ ഇൻവെർട്ടറുകൾക്ക് സാധിക്കില്ല. ബട്ട് യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആവറേജ് സൈൻ വേവ്. അത് ജനറേറ്റ് ചെയ്യുന്നത് നമ്മളെല്ലാം വളരെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ പഠിക്കുന്ന PWM ടെക്നോളജി, PWM വെച്ചിട്ടാണ് വിത്ത് DSP പ്രോസസർ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ് വെച്ചിട്ട് PWM ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൈൻ വേവ് ജനറേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം അന്നേരം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നീട് വരുന്നത് ട്രാൻസ്ഫോമേഴ്സ്. അതിനകത്ത് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി കുറെ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നത്
സപ്പോസ് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ചാർജർ, പണ്ട് കാലത്ത് ചാർജറുകൾ ട്രാൻസ്ഫോമർ വെച്ചാണ് ചാർജറുകൾ ചെയ്യുന്നത്. പിന്നീട് വന്നപ്പോഴത്തേക്ക് SMPS വന്നു. SMPS വന്നപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിന്റെ സൈസ് കുറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തുകൊണ്ട് അത് സംഭവിച്ചു? വാട്ട് ഈസ് റീസൺ ബിഹൈൻഡ് ദാറ്റ്? എപ്പോഴും അത് ചിന്തിക്കണം. നമ്മൾ അതിനകത്തും ഈ ട്രാൻസ്ഫോമർ വെച്ച് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 12 വോൾട്ട്, സപ്പോസ് ഒരു 10 ആംപിയർ, 120 വാട്ട്സ്, 12 × 10 120. അപ്പോൾ 120 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു DC സോഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ SMPS വന്നപ്പോഴും അതിന്റെ ഒരു 1/4 സൈസ് ആയിട്ട് അങ്ങ് മാറുകയും ചെയ്തു. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന്റെ സൈസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് ഫ്രീക്വൻസി. നമ്മൾ ചിന്തിക്കണം, ഫ്രീക്വൻസിയാണ് ആ ഘടകം. ഇപ്പോൾ SMPSനകത്ത് ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസി വളരെയധികം കൂട്ടി. ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിലോട്ട് ട്രാൻസ്ഫോമറിൽ കൊണ്ടുവന്നപ്പോൾ അതിന്റെ കോർ ഏരിയ കുറയ്ക്കാൻ സാധിച്ചു. അതാണ് അതിന്റെ പ്രാക്ടിക്കലി അതിനകത്ത് ഏറ്റവും വലുതായിട്ട് വന്നൊരു അഡ്വാൻറ്റേജ്. അപ്പം നമ്മളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടും നമ്മളത് പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു അതായത് മൊബൈൽ ചാർജർ തന്നെ വളരെ കോമ്പാക്ട് ആയി. പണ്ട് കാലത്ത് ഇറങ്ങിയിരുന്ന നോക്കിയയുടെ മൊബൈൽ ചാർജർ ബൾക്കി ആയിരുന്നു. ഇപ്പോൾ അത് വന്ന് വളരെ കോമ്പാക്ട് ആയി. കോമ്പാക്ട് ആയതല്ല, ആദ്യം ഇറങ്ങിയ ചാർജർ 0.5 ആംപിയർ, അതായത് 500 മില്ലി ആംപിയർ റേഞ്ച് ആയിരുന്നു. ഇപ്പോൾ അത് 2 ആംപിയേഴ്സ് ആയി, 10 ആംപിയേഴ്സ് ആയി. ഇപ്പം ആംപിയർ കൂടുകയും ചെയ്തു, സൈസ് കുറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ സെയിം സ്വിച്ചിങ് ആണ്. ഇപ്പോൾ സ്വിച്ചിങ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. സ്വിച്ചിങ് ഓൺ ഓഫ് എന്ന് പറഞ്ഞാൽ മോസ്ഫെറ്റുകളെ, ട്രാൻസിസ്റ്ററുകളെ എല്ലാം IGBT സെക്ഷൻസ് ഇതെല്ലാം നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ സ്വിച്ചിങ്ങിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി DC ജനറേറ്റ് ചെയ്തത്. ഈ ഹൈ ഫ്രീക്വൻസി DC ജനറേറ്റ് ചെയ്തിട്ടാണ് ഹയർ പവർ ഇപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നേരത്തെ പഴയ പോലെ ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് സൈസ് കുറയ്ക്കാൻ സാധിച്ചു. പക്ഷേ ഇൻവെർട്ടർ ട്രാൻസ്ഫോമറുകൾക്ക് നമുക്ക് ഈ പറയുന്ന പോലെ സൈസ് കുറയ്ക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം നമുക്ക് വേണ്ടുന്ന 50 ഹെർട്സ് ഔട്ട്പുട്ടാണ്. 50 ഹെർട്സ് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കോർ ഏരിയ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ ഡിസൈനിങ്ങിനകത്ത് നമുക്ക് ഇൻവെർട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കരുതും കുറച്ചുകൂടെ കോമ്പാക്ട് ആക്കാമായിരുന്നില്ലേ, കുറച്ച് വെയിറ്റ് കുറയ്ക്കാമായിരുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനകത്ത് നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഒരു വാല്യൂ. ഈ ഫ്രീക്വൻസി ഇറ്റ്സ് ഫിക്സഡ് 50 ഹെർട്സ്. ഇപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഈ സൈൻ വേവ് ഇൻവെർട്ടേഴ്സിൽ. അത് ഓഫ് ഗ്രിഡിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓൺ ഗ്രിഡിൽ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിന്റെ ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. അവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വിത്ത് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് വിൽ ബി സ്വിച്ചിങ് DC സപ്ലൈ ടു ജനറേറ്റ് സൈൻ വേവ് സിമിലർ ടു KCB സപ്ലൈ. അതാണ് ഓൺ ഗ്രിഡിൽ ചെയ്യുന്നത്. ഓൺ ഗ്രിഡിനകത്ത് അതുകൊണ്ട് എന്തില്ല, ട്രാൻസ്ഫോമേഴ്സ് വരില്ല. അതിനകത്ത് പ്യുവറായിട്ട് വരുന്ന DCയെ നമ്മൾ റിക്വയർഡ് ആയിട്ട് വരുന്ന KCB സപ്ലൈക്ക് സമാനമായ രീതിയിൽ സിമിലർ ആയിട്ടുള്ള സൈൻ വേവ്സ് ജനറേറ്റ് ചെയ്ത് പാരൽ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് ഇനി ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കടക്കാം. ഓൺ ഗ്രിഡിലോട്ട് കടക്കുമ്പോൾ കുറേ സംശയങ്ങൾ നമുക്ക് കാണും. നമ്മൾ KCBയിലേക്ക് സപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ നിൽക്കുക. ഫസ്റ്റ് ഡൗട്ട്, KCBയിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ KCBയുടെ പെർമിഷൻ വേണ്ടേ? തീർച്ചയായിട്ടും പെർമിഷൻ വേണം. അവരുടെ ഫീസിബിലിറ്റി റിപ്പോർട്ട് വേണം. നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കണം, വെക്കാൻ അവരുടെ പെർമിഷൻ വാങ്ങണം. സോ അവിടുന്ന് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് കുറേ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും, കാരണം ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സർജി പ്രൊട്ടക്ടേഴ്സ്, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ഹെഡിങ് എഴുതുക, ഓൺ ഗ്രിഡ്. അതിനകത്ത് സബ്ബായിട്ട് എഴുതേണ്ടത് ആന്റി ഐലൻഡിങ്. ഈ ആന്റി ഐലൻഡിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു സിനേറിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ സപ്പോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഒരു 10 കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് KCBക്ക് സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ട്രാൻസ്ഫോമർ DO ഫ്യൂസ് പോയിട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മുടെ ഫീഡറിലേക്കുള്ള സപ്ലൈ നിന്നു. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ സോളാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ സോളാർ സപ്ലൈ ഈ ലൈനിലെല്ലാം ചാർജ് ആണ്. ഇതറിയാതെ ഒരു ഇലക്ട്രീഷ്യൻ ആ പോസ്റ്റിലേക്ക് ഒരു സർവീസിനോ മെയിൻ്റെനൻസിനോ വരികയാണ്. അപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും ഷോക്ക് അടിക്കാനോ അല്ലെങ്കിൽ ഷോക്ക് അടിച്ചാൽ താഴെ വീണാൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണത്, KCB സപ്ലൈ എപ്പോൾ ഓഫ് ആവുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറും ഓഫ് ആവണം. അതാണ് ഈ ആന്റി ഐലൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ ഓഫ് ആക്കാമെന്ന് ചിന്തിക്കും. അതായത് KCB സപ്ലൈ നിൽക്കുന്നു, നമ്മുടെ ഇൻവെർട്ടറിന്റെ സപ്ലൈ നിൽക്കുന്നു. സോ ഹൗ ദിസ് ഇൻവെർട്ടർ ക്യാൻ മെഷർ ഈ KCB സപ്ലൈ മാത്രം പോയി എന്ന് ഇൻവെർട്ടർ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ വീണ്ടും ചിന്തിക്കണം, KCB സപ്ലൈ പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്ത് പറ്റും? ഇൻവെർട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലോഡ് കൂടുന്നു. കാരണം KCB സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്കാണ് പിന്നെ ഈ 10 കിലോ വാട്ട് നമ്മുടെ ഇൻവെർട്ടർ സപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ ആ ഒരു റേറ്റഡ് വോൾട്ടേജും കറണ്ടും ഒന്നും അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് റീസൺ. പിന്നെ
അങ്ങനെ വോൾട്ടേജ് സെൻസ് ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി അതിനകത്തും എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നെക്സ്റ്റ് തിങ് ടോട്ടൽ ഇംപെഡൻസ്, അതായത് KSB ലൈനിന്റെ ടോട്ടൽ ഇംപെഡൻസ് അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇംപെഡൻസിനെ ബേസ് ചെയ്തിട്ടും ലൈൻ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടും റെസിസ്റ്റൻസ് എപ്പോൾ കൂടുന്നു അന്നേരം വീണ്ടും ഈ ആന്റി ഐലിൻഡ്, അതായത് ഇതിന് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ട് അന്നേരം ഇൻവെർട്ടറിനകത്ത് തന്നെ മാറ്റും. ഈ ഗ്രിഡ് ഇൻവെർട്ടറിന് ഞാൻ പലതവണ പറഞ്ഞു. ഈ ഗ്രിഡ് ഇൻവെർട്ടർ എന്താണെന്ന് കാണണ്ടേ? ഇത് ഒരു 2 കിലോവാട്ടിന്റെ ടിപ്പിക്കൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ് നീ കാണുന്നത്. ഇത് സോഫാർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന കണക്ഷൻസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് ഇത് സിംഗിൾ MPPT ആണ്. ഈ 2-3 കിലോവാട്ട് വരെയൊക്കെ സിംഗിൾ MPPT ഇൻവെർട്ടേഴ്സ് വരുന്നത്. ഇപ്പോൾ 2 കിലോവാട്ടിന് മുകളിലോട്ട് പോകുമ്പോഴാണ് 2 MPPT ഉള്ള ഇൻവെർട്ടേഴ്സ് വരുന്നത്. അത് കുറെ കൂടെ എഫിഷ്യൻ്റ് ആണ്, അത് ഞാൻ പറയാം. അല്ലെ ഇപ്പൊ തന്നെ പറയാം. അതായത് 2 MPPT വരുമ്പോഴുള്ള ഗുണം മറ്റൊന്നുമല്ല, നമ്മൾ 2 സ്ട്രിങ് ആയിട്ടാണ് അന്നേരം മേളിൽ നിന്ന് സപ്ലൈ വരുന്നത്. ഇപ്പോൾ ഒരു സെറ്റിൽ കുറച്ച് ഷെയ്ഡ് വീണെങ്കിലും നമുക്ക് മറ്റേ സെറ്റിന്റെ പവർ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ 2 MPPT ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പവർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സിംഗിൾ MPPT സിസ്റ്റമാണ്. 2 കിലോവാട്ടിന്റെ ഒരു ചെറിയ ഇൻവെർട്ടർ ആയിരിക്കുന്നത്. ഇതാണ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൽ ചെറുതായിട്ട് 1 കിലോവാട്ടിന്റെ ഉണ്ട്, 2 കിലോവാട്ടിന്റെ ചെറിയ ഇൻവെർട്ടറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പാനലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് വയർലെസ് ആയിട്ട് നമ്മുടെ ഒരു ദിവസം ജനറേറ്റ് ചെയ്ത യൂണിറ്റിന്റെയും പാനലിന്റെ വോൾട്ടേജിന്റെയും ലൈൻ വോൾട്ടേജിന്റെയും കാര്യങ്ങൾ നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റും. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതൊരു ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷനാണ്. പിന്നെ ഇതിനകത്ത് മറ്റ് കണക്ഷൻസ് ഒന്നും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ KSB-ലേക്കുള്ള ഫേസ് ന്യൂട്രൽ എർത്ത് സിംഗിൾ ഫേസ് ഇൻവെർട്ടർ ആയത്, സിംഗിൾ ഫേസ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആണ്. സിംഗിൾ ഫേസ്. അപ്പം ഫേസ് ന്യൂട്രൽ എർത്ത് ഈ 3 കണക്ഷൻസ് മാത്രമേ ഇത്രയും കണക്ഷൻസ് ഇതിനകത്ത് വരുന്നുള്ളൂ. അതേസമയം നമ്മളിപ്പോൾ ഒരു 5 കിലോവാട്ടോ 6 കിലോവാട്ടിന്റെ ഒരു ഇൻവെർട്ടർ ആണ് എടുത്തിരുന്നെങ്കിൽ ഒരു കാര്യം കൊണ്ടൊന്ന് കാണിക്കാം. ഇതിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഒരു അലൂമിനിയം ഹീറ്റ് സിങ്ക് ആണ്. ഇതിനകത്ത് ഫിൻസ് ഉണ്ട്. ഇത് വെച്ചാൽ നാച്ചുറലി എയർ കൂൾ ചെയ്ത് തണുപ്പിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഹീറ്റ് സിങ്കിന്റെ തിക്നെസ് അറൗണ്ട് 2 ഇഞ്ച് ഉണ്ട്. അത്രത്തോളം ഹീറ്റ് പിടിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് സ്വിച്ചിങ് ഡിവൈസുകളിലെ കൂളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് സ്പെസിഫൈ ചെയ്തത്. നേരത്തെ ഞാനൊരു വലിയ ഹീറ്റ് സിങ്ക് കാണിച്ചു തന്നു MPPT-യുടെ. അപ്പോൾ നമ്മുടെ ഈ ഒന്നിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ഈ 2 കിലോവാട്ട് ഇൻവെർട്ടറിനകത്ത് സിംഗിൾ ഫേസ് സിസ്റ്റമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 5 കിലോവാട്ട് അല്ലെങ്കിൽ 4 കിലോവാട്ടിന് മേളിലോട്ട് പോകുമ്പോൾ we can get this 3-phase inverter also. അപ്പോൾ നമുക്ക് 3-phase സപ്ലൈയിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോസ്റ്റ് ആണ്. കാരണം അതിനകത്ത് ഒരു സ്വിച്ചിങ് ഡ്രൈവ് മാത്രമേ വരൂ. സെക്കൻഡ്, ആ ഒരു ഫേസ് പോയിട്ടില്ലെങ്കിൽ KSB-യുടെ 3 ഫേസ് ആണല്ലോ, ഈ നമുക്ക് നമ്മുടെ ഗ്രിഡ് കണക്ട് ചെയ്യുന്ന ഫേസ് പോയിട്ടില്ലെങ്കിൽ വി ക്യാൻ ഇൻജെക്ട് പവർ ഇൻ ടു ദ KSB ലൈൻ. 3-phase ഇൻവെർട്ടേഴ്സിന്റെ ഒരു കുഴപ്പം, അതായത് ഒരു ഫേസ് പോയാലും ബാക്കി 2 ഫേസിലേക്ക് അത് ഇൻജെക്ട് ചെയ്യില്ല, ഇറ്റ് വിൽ ബി സ്വിച്ച് ഓഫ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഡ്രോബാക്ക് 3-phase ഇൻവെർട്ടേഴ്സിന് വരും. അപ്പോൾ അതാണ് 3-phase ഗ്രിഡ് ഇൻവെർട്ടേഴ്സും സിംഗിൾ ഫേസ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സിന്റെ ഡിഫറൻസ്. സമയം ഒരു പരിധിയുണ്ട്, ഞാൻ പറയാം. അടുത്തത് ഗ്രിഡ് ഇൻവെർട്ടേഴ്സിന്റെ 2-3 സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്ന് എഴുതി വെച്ചേക്കണം. അത് OVP, അതുപോലെ തന്നെ UVP, അതായത് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും. അതായത് ലൈൻ വോൾട്ടേജിന്റെ 260 മേളിലും അണ്ടർ വോൾട്ടേജ് 190 താഴെയും വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ഓഫ് ആവും. ഇതെല്ലാം അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് സിമിലർ ആയിട്ട് തന്നെ വരുന്ന സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം. ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിനകത്ത് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ, ഒരു അഡീഷണൽ ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബാറ്ററീസ് കാണും. മോസ്റ്റ് പ്രോബ്ലി ലിഥിയം ബാറ്ററീസ് അതിനാണ് വരുന്നത്. പിന്നെ ഗ്രിഡ് ഇൻവെർട്ടേഴ്സിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ആണ് ഞാൻ പറഞ്ഞു. സർജ് പ്രൊട്ടക്ടേഴ്സ്, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, എർത്തിങ്ങും. ഈ 3 ഘടകങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ KSB അത് നമുക്ക് കമ്മീഷൻ ചെയ്തു തരും. സമയപരിധി കാരണം ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത ഇനി കുറച്ച് ജനറൽ ഡിസ്കഷൻസ് ആണ്. സോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദിസ് പേ ബാക്ക് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര വർഷം കൊണ്ട് നമുക്ക് ഇതെല്ലാം തിരിച്ചു കിട്ടുമെന്ന്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, ഓഫ് ഗ്രിഡിന് നമുക്ക് ഒരു ആവറേജ് 5 to 6 years പറയുന്ന കേസിൽ ഓൺ ഗ്രിഡ് അതിൻ്റെ ഒരു ഹാഫ് ടൈം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കും, അത് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് ബാറ്ററി ഇല്ലാത്തതാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം. ദെൻ മെയിൻ്റനൻസ്, സോളാർ പാനലിൻ്റെ മെയിൻ്റനൻസ് എന്തൊക്കെയാണ്? സോളാർ പാനലിന് ആക്ച്വലി ഞാൻ പറയും സീറോ മെയിൻ്റനൻസ് തന്നെ പറയാം. കാരണം കരിയില്ല, പുകയില്ല, മറ്റൊരു പൊല്യൂഷനും ഇല്ല. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് മാത്രം കുറച്ച് എന്തെങ്കിലും കാർബൺ എമിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് ലൈഫ് ടൈമിൽ അതിന് മറ്റു പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. സോ മെയിൻ്റനൻസ് പറഞ്ഞാൽ നല്ല പ്യുവർ വെള്ളം ഒഴിക്കുക, ഇടയ്ക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഡസ്റ്റ് ഉണ്ടെങ്കിൽ. അതായത് ഫുൾ റേഡിയേഷൻ നമുക്ക് അവിടെ കിട്ടണം. അത് മാത്രമല്ല അതിനകത്ത് മെയിൻ്റനൻസ് ആയിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇതിന്റെ ലൈഫ്, തീർച്ചയായിട്ടും നമ്മൾ കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് ലൈഫ് ഓഫ് സോളാർ സെൽസ്. ലൈഫ് ആവറേജ് പറഞ്ഞ 25 years ആണ്. 25 years പറയുന്നെങ്കിലും നമുക്ക് ത്രൂ ഔട്ട് 25 years നമുക്ക് ഈ പറയുന്ന പോലെ
ഇപ്പോൾ 400 വാട്ട്സിന്റെ അല്ലെങ്കിൽ 350 വാട്ട്സിന്റെ പാനൽ എടുത്തു കഴിഞ്ഞാൽ 350 വാട്ട്സും 25 വർഷം കിട്ടില്ല. ഓരോ 10 ഇയേഴ്സിലും അതിന് സ്പെസിഫിക് ആയിട്ട് ഡീഗ്രഡേഷൻ ഉണ്ട്. അത് ഓരോ കമ്പനിയുടെ ഓരോ സെൽസിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരും. എന്നാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 10% ആണ് ഇൻ 10 ഇയേഴ്സ് ഒരു ആവറേജ് വേരിയേഷൻ വരാൻ സാധ്യത. 10% വെച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. 25 ഇയേഴ്സിൽ അതിനൊരു 80%, 85% വരെ എഫിഷ്യൻസി കാണാം എന്നുള്ളതാണ് കമ്പനീസ് പറയുന്ന അതിന്റെ ലൈഫ് ടൈം. പിന്നെ നമ്മളെല്ലാവരും ബീങ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പം സോളാർ കൊണ്ട് നമുക്ക് എന്താണ് ഫ്യൂച്ചർ, അത് ഒരു തീർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നൊരു ടോപ്പിക് തന്നെയാണ്. ഞാൻ നമ്മുടെ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കഴിഞ്ഞ പ്രസന്റേഷൻ നടത്തിയ സാറിന്റെ ഒരു ടോപ്പിക് കണ്ടിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഗ്രിഡിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ പറ്റിയും മറ്റുമൊക്കെ ആയിരുന്നു ഞാൻ ആ ടോപ്പിക് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാനും ഇത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗ്രിഡ് സിസ്റ്റത്തെ അത് ബാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കൺസ്യൂമിങ് എ ഹ്യൂജ് പവർ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അതിന് നമ്മളൊരു കോമ്പൻസേഷൻ കരുതണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി ട്രസ് വർക്ക് ഇടുന്നതിന് ഓരോ സോളാർ പാനൽസ് ഉണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ കോമ്പൻസേറ്റ് ഫോർ ദാറ്റ്. എന്തായാലും 5 വർഷം കൊണ്ട് കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 5% എങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ആവാൻ സാധ്യതയുണ്ട്. And because of corona situation, I don't know what will be the actual scenario, but I expect like that. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ the future is electric vehicles. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങാൻ പറ്റും. കാരണം ഇവിടെ കൊല്ലത്ത് തന്നെ 2 ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും 5 ഇയേഴ്സിനകത്ത് എന്തായാലും അത് ഫ്ലറിഷ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഗ്രിഡ് സ്റ്റെബിലിറ്റിയെ തീർച്ചയായിട്ടും ഈ സഡൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ബാധിക്കും. അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയാം. നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ ഇപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വലിയൊരു സോളാർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. അപ്പോൾ ആ സോളാർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുമ്പോഴെല്ലാം ഇറ്റ് വാസ് ലോട്ട് ഓഫ് ടെക്നിക്കൽ ഇഷ്യൂസ്. അതായത് ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷമാണ് ഇഷ്യൂസ്. ഫസ്റ്റ് ഇഷ്യൂ ഞാൻ നിങ്ങളോട് പറയാം. എന്താണെന്നറിയോ? ഈ സോളാർ പാനല് പവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു കാർമേഘം ഇങ്ങോട്ട് വന്ന് മൂടുകയാണ്. സോ നമ്മുടെ സോളാർ പവർ പ്ലാന്റ് സപ്പോസ് ഇപ്പോൾ ഇറ്റ് ഇസ് 1 മെഗാവാട്ട് പ്ലാന്റ്. ഇപ്പോൾ 1 മെഗാവാട്ടിൽ സപ്പോസ് ഇപ്പോൾ ഒരു 700 കിലോവാട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 0.7 മെഗാവാട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്ഷനിൽ കാർമേഘം വന്ന് മൂടി നമ്മുടെ ജനറേഷൻ പെട്ടെന്ന് എങ്ങോട്ട് പോയി ഒരു 300 കിലോവാട്ടിലോട്ടോ അല്ലെങ്കിൽ 200 കിലോവാട്ടിലോട്ടോ പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് പറ്റും? ഇത്രയും പവർ ഷോർട്ടേജ് ഗ്രിഡിൽ വരും. അപ്പോൾ ഇതിന്റെ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വാട്ട്സോ 10 വാട്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ ഒരു കിലോവാട്ട് കൂട്ടിക്കും. 1 കിലോവാട്ട് അല്ല, ഇറ്റ് ഇസ് ഇൻ കിലോവാട്ട് റേഞ്ച്. അതായത് വരുന്നത് 300 കിലോവാട്ട് 400 കിലോവാട്ട് സഡൻ ഷോർട്ടേജ് ഗ്രിഡിൽ വരുമ്പം ഇറ്റ് അഫക്ട്സ് ദ സിസ്റ്റം സ്റ്റെബിലിറ്റി. അപ്പോൾ അത് ഗ്രിഡ് കണക്ട് സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് തന്നെ ആയിട്ട് നമ്മളത് കണക്കാക്കണം. അപ്പം അവിടെയും നിങ്ങൾ സ്റ്റുഡൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അതായത് നമുക്ക് ഈ സോളാർ പവർ ജനറേറ്റ് നേരിട്ട് ഗ്രിഡിൽ കൊടുക്കാതെ ജസ്റ്റ് സ്റ്റോർ ഇറ്റ്. നമ്മൾ അതിന് സ്റ്റോർ ചെയ്യുക. ബാറ്ററി വേണമെന്ന് ഞാൻ പറയുന്നില്ല. വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അതായത് കപ്പാസിറ്റർ ബാങ്കുകളുണ്ട്. ഗൂഗിളൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റർ ബാങ്ക്സ് വെച്ച് എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം പിന്നീട് മാസ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പം ഞങ്ങളതിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു ന്യൂസ് കിട്ടിയിരുന്നു. ഏതോ ഒരു രാജ്യത്ത്, ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അവിടെ മാസ് ഡിസ്പ്ലേസ് ചെയ്ത്, അതായത് വെയിറ്റ് കോൺക്രീറ്റ് ബ്ലോക്കുകളായിരിക്കാം, ഹയർ വലിയ നല്ല ഹൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ട് എനർജി സ്റ്റോർ ചെയ്യും. ആൻഡ് വെനെവർ വി നീഡ് ഇറ്റ് വിൽ ബി ഡ്രോപ്പിംഗ് ദറ്റ് ഡൗൺ. അത് താഴോട്ട് വരുമ്പോൾ ജനറേറ്റർ വെച്ച് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്കെല്ലാവർക്കും അറിയാം TOD മീറ്റർ. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ, വൈകിട്ട് 6 മണി തൊട്ട് രാത്രി 10 മണി വരെ, പിന്നെ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ. ഈ 3 സമയം നമുക്കറിയാം. പക്ഷേ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് നമ്മൾ സോളാർ പവർ ഗ്രിഡിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ആ സമയത്തല്ല നമ്മുടെ ഗ്രിഡിൽ പവർ ആവശ്യമുള്ളത്. വി നീഡ് പവർ ഡ്യൂറിങ് ദ പീക്ക് ടൈം. ദ പീക്ക് ടൈം ഈസ് ബിറ്റ്വീൻ 6 PM ആൻഡ് 10 PM. ഈ സമയത്ത് നമുക്ക് പവർ ഇൻജെക്ട് ചെയ്യാൻ പറ്റണം. സോ തിങ്ക് ഓഫ് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു ഫീൽഡാണ് സോളാർ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ചാർജിങ്. അത് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് പല രീതിയിൽ എനർജി സ്റ്റോർ ചെയ്യാം. തിങ്ക് ഓഫ് ഇറ്റ്. മെറ്റീരിയൽ കൺവേർഷൻ ആവാം, മാസ് കൺവേർഷൻ ആവാം, മാസ് ഡിസ്പ്ലേസ്മെന്റ് ആവാം, അതുപോലെ കപ്പാസിറ്റർ ബാങ്കുകൾ സ്റ്റോർ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരുപാട് ഐഡിയാസ് നമ്മളെ വരും. അപ്പോൾ ആ എനർജി സ്റ്റോർ ചെയ്യാനെ പറ്റി നമ്മൾ ബാറ്ററി മാത്രമല്ല ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഡിവൈസ് എന്നുള്ളത് എപ്പോഴും മനസ്സിലിരിക്കുക. വി ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് സൊല്യൂഷൻസ്. മാത്രമല്ല ഇപ്പോൾ വളരെ എഫിഷ്യൻസി കൂടിയ മോട്ടറുകൾ വന്നു തുടങ്ങി, ജനറേറ്ററുകൾ വന്നു തുടങ്ങി. അപ്പോൾ യു പീപ്പിൾ ക്യാൻ തിങ്ക് ഓഫ് ദാറ്റ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റം സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെതും അതുപോലെ മെഗാവാട്ട് റേഞ്ചിലെ സോളാർ പവർ പ്ലാന്റുകളും. ഇത് രണ്ടും നമ്മുടെ ഗ്രിഡ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഹാർമോണിക്സ് ഉണ്ട്. ഹാർമോണിക്സിനെ പറ്റി
കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഹാർമോണിക്സ് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ് ഞാൻ ഈ പറഞ്ഞത്. വെയിൽ പെട്ടെന്ന് മാറുന്ന സമയത്ത് ഈ സ്വിച്ചിങ്ങിനകത്ത് വേരിയേഷൻസ് വരും. ഇൻവെർട്ടറിന് പ്രോപ്പറായിട്ട് ചിലപ്പോൾ സ്വിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ചിലപ്പോൾ ഹാർമോണിക്സ് കുറച്ച് കൂടാം. അപ്പോൾ ആ ഹാർമോണിക്സിന്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ KSEB നമ്മുടെ ഗ്രിഡ് സിസ്റ്റം ഒക്കെ കമ്മീഷൻ ചെയ്ത് തരത്തുള്ളൂ. അവരുടെ ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ കോൺടാക്ട് നമ്പർ തരാം, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വിളിച്ച് കൂടുതൽ ഡിസ്കഷന് പോകുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഫ്യൂച്ചറിനകത്ത് വരുന്ന 2 കാര്യങ്ങളാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഗ്രിഡ് സ്റ്റെബിലിറ്റിയും, അതുപോലെ വലിയ മെഗാവാട്ട് റേഞ്ചിൽ പവർ പ്ലാന്റ് ചെയ്തിട്ട് പിന്നെ TOD ടൈം ഓഫ് ഡേ, അതായത് വൈകിട്ട് 6 മണി തൊട്ട് ബിറ്റ്വീൻ 6 PM to 10 PM ഈ സമയത്ത് നമുക്ക് എങ്ങനെ ഈ സോളാർ പവറിനെ ഗ്രിഡിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. കാരണം ആ സമയത്ത് കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ഹയർ റേറ്റിൽ KSEBിൽ നിന്ന് കറണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റും, ഹയർ റേറ്റിൽ. കാരണം രാവിലെ കൊടുക്കുന്നതിനെക്കാട്ടിലും അറൗണ്ട് ഒരു ഡബിൾ എങ്കിലും മിനിമം നമുക്ക് വൈകുന്നേരങ്ങളിൽ പവർ കൊടുത്താൽ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളിലോട്ടൊന്നും ഇപ്പം സോളാർ സെക്ടർ വളരെ ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ടോക്സിസിറ്റി. തീർച്ചയായിട്ടും സോളാർ പാനൽ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രശ്നമാണ്. കാരണം ഇപ്പോൾ 2015 റീസെന്റ് ആയിട്ടാണ് സോളാർ പാനൽ ഡിസ്പോസ് ചെയ്യുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ അതുവരെ പ്രോഡക്ട്സ് ഇല്ലായിരുന്നു. 25 വർഷം കഴിഞ്ഞ പാനലുകൾ വന്നു തുടങ്ങിയപ്പം അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ സോളാർ പാനലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഈ ക്രിസ്റ്റലൈൻ സിലിക്കൺ പാനൽസ് കമ്പാരിറ്റീവ്ലി ലെസ് ടോക്സിക് ആണ്. അതിനകത്ത് കുറച്ച് ഈ സെൽസ് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന കുറച്ച് ലെഡ് ഉണ്ട്. അത് മാത്രമല്ല അതിനകത്ത് കുറച്ച് ടോക്സിക് കമ്പോണന്റ് ആയിട്ട് വരാൻ സാധ്യത. പക്ഷെ അതും വളരെ ചെറിയ ലെവലിലായിരിക്കും. അതും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തും നമുക്കതിന് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോളാർ പാനൽ ഡിസ്പോസിങ്. കാരണം അതിനകത്തിരിക്കുന്ന സിലിക്കൺ റീയൂസ് ചെയ്യാം, മേളിലെ ഗ്ലാസ് റീയൂസ് ചെയ്യാം, ഈ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്ന ഒരു അലൂമിനിയം ഫ്രെയിം ഉണ്ട്, അത് നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടോക്സിക് ലെവലിലും റീയൂസിബിലിറ്റി ലെവലിലും എല്ലാം സോളാർ പാനൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് കരുതി സോളാർ പാനലിന് കോസസ് സം സോർട്ട് ഓഫ് പൊല്യൂഷൻ. ഞാൻ പറഞ്ഞു ലെഡിന്റെ കുറച്ച് പൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ. സിലിക്കൺ സോളാർ പാനൽസ് ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റു പല ടൈപ്പ് പാനൽസ് ഉണ്ട്. ഇറ്റ് കോസ് സം സീരിയസ് ഇഷ്യൂസ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ട്രാക്കിംഗ്. പലരും ചോദിക്കും, ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വളരെ പോപ്പുലർ ആയിട്ടൊരു വീഡിയോ നമ്മൾ കാണാറുണ്ട്. ഒരു സോളാർ പാനൽ വന്നിട്ട് ഇങ്ങനെ പൂ പോലൊക്കെ വിരിഞ്ഞു വന്ന് വിടർന്ന് നിൽക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഞാനും ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് വർക്കുകൾ ചെയ്യാൻ പോകുമ്പോൾ എന്നോട് ചോദിക്കണം ആൾക്കാർ, ഡു ഹാവ് സം ട്രാക്കിംഗ് ഡിവൈസ് ആൻഡ് ഓൾ. അപ്പോൾ ഞാൻ പറയും ട്രാക്കിംഗ് ഡിവൈസ് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ട്രാക്കിംഗ് ഡിവൈസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ ട്രാക്കിംഗ് ഡിവൈസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി കോസ്റ്റ് മിനിമം ഒരു 20% നമുക്ക് അഡീഷണൽ ചിലവാകും. മറ്റൊന്നുമല്ല, ട്രാക്കിംഗ് ഡിവൈസിന്റെ ഓട്ടോമേഷന്റെ എക്സ്പെൻസ്, പിന്നെ ഈ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന സോളാർ പാനൽ സ്ട്രക്ചറുകൾ നമ്മൾ എന്ത് ചെയ്യണം, മൂവിങ് ആക്കണം. അപ്പോൾ അവിടെ ബെയറിംഗ്സ്, അഡീഷണൽ എഞ്ചിനീയറിംഗ് കോസ്റ്റും മറ്റു കാര്യങ്ങൾ വരും. So now what I recommend to the customers is that just do one thing, invest that additional 20% in solar panels. അപ്പോൾ നമുക്ക് അഡീഷണൽ പവർ തീർച്ചയായിട്ടും ട്രാക്കിങ്ങിനേക്കാളും കൂടുതൽ പവറാണ് സോളാർ പാനൽ വഴി കിട്ടുന്നത്. അതിൽ മറ്റൊരു മെറിറ്റ് കൂടിയുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസും മെക്കാനിക്കൽ ഡിവൈസും തമ്മിലൊരു വലിയ ഡിഫറൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഡിവൈസ് they are not moving, they don't cause any vibration or something like that, they don't have corrosion. പക്ഷേ ഈ മെക്കാനിക്കൽ ഡിവൈസ് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും, സപ്പോസ് 10 വർഷം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനൊരു കൊറോഷൻ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ കൊറോഷൻ സമയത്ത് നമുക്ക് വീണ്ടും മെയിൻ്റനൻസ് വേണം. അപ്പോൾ ടോട്ടൽ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ദിസ് ട്രാക്കിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ നമുക്ക് എക്കണോമിക്കലി അത്ര ഫീസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ അതിനകത്ത് പ്രാക്ടിക്കലി നമ്മളിത് ഈ സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഫീൽഡിൽ അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്കോപ്പ് കാണുന്നില്ല. അപ്പോൾ നമുക്ക് സ്കോപ്പുള്ള ഫീൽഡിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ട്രാക്കിങ്ങിനെ പറ്റി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത and one more thing, you have to think that the solar power is one of the most eco friendly energy. അതായത് ഞാൻ പറഞ്ഞു ഒരു പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല, വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. അടുത്ത ഇതിന്റെ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസ് ആണ്. ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് പമ്പിങ്. കാരണം ചില റിമോട്ട് ഏരിയാസിൽ സോളാർ കൊണ്ട് മാത്രമാണ് ഈ കൃഷി സ്ഥലങ്ങളിലെല്ലാം പമ്പിങ് നടക്കുന്നത്. അടുത്തത് പിന്നെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഐഡിയയും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഹൈഡൽ പവർ പ്ലാന്റിൽ നമ്മൾ വെള്ളം താഴേക്ക് ഒഴുക്കിവിട്ട് വി ആർ ജനറേറ്റിംഗ് പവർ, ഓക്കെ, ആൻഡ് വി ആർ ലൂസിങ് ദാറ്റ് എനർജി, വി ആർ ലൂസിങ് ദാറ്റ് വാട്ടർ. വൈ കാൻ വി റീസൈക്കിൾ ദാറ്റ് വാട്ടർ? അതിൻ്റെ ഒരു ഫ്രാക്ഷൻ, സപ്പോസ് ഒരു 1% ആയിക്കോട്ടെ, ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുക. കാരണം വെച്ചാൽ ഹൈഡൽ പവർ പ്ലാന്റുകളുടെ മേളിൽ നല്ലൊരു ഏരിയ വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. ആ വെള്ളത്തിന്റെ മുകളിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പാനൽസ് ഒക്കെ ഇടുന്നുണ്ട്, ശരി, പക്ഷെ അതെല്ലാം ഗ്രിഡ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് പാനൽസ് ഇടുന്നു, വൈ കാൻ വി റീചാർജ് ദിസ് ഡാംസ്? അപ്പോൾ അങ്ങനെയും കൂടെ ചിന്തിക്കുക. അതെല്ലാം ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല നല്ല ഐഡിയാസ് ആണ്. ബീയിങ് എ സ്റ്റുഡൻറ് അല്ലെന്നുണ്ടെങ്കിൽ ബീയിങ് എൻ ഏർണർപ്രണർ, ഞാൻ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ടെക്നിക്കൽ കാര്യങ്ങളിൽ എനിക്ക് ഡിസ്കഷൻ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ഇതൊരു നല്ല ഫ്യൂച്ചറുള്ളൊരു സെക്ഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ തീർച്ചയായിട്ടും വെള്ളം വാട്ടർ തീർച്ചയായിട്ടും അത് സ്കേസിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റീസൈക്കിളിനെ പറ്റി ചിന്തിക്കുക.
അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ നാളെ നമുക്ക് നടപ്പാക്കാൻ പറ്റും. തിങ്ക് ഓഫ് ഇറ്റ്. അടുത്ത പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കാര്യം നേരത്തെ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും സോളാർ പവർ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടുന്ന എനർജി നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വേണ്ടുന്നത് ഈ സോളാർ പവറും ജനറേറ്റിംഗ് എനർജി നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോറേജ് മെത്തേഡുകൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ മാസ് ഡിസ്പ്ലേസ്മെന്റ് ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ബാങ്കുകളാക്കാം. കപ്പാസിറ്റർ ബാങ്കുകളുടെ സ്റ്റെബിലിറ്റി നമ്മളതിനെയും സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ഫീൽഡാണ്. പക്ഷെ മാസ് ഡിസ്പ്ലേസ്മെന്റ് യു ക്യാൻ ഡു ഇറ്റ്. കാരണം നമ്മുടെ എല്ലാ ബേസിക് കൺസെപ്റ്റുകളിലും നമ്മുടെ എല്ലാം ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമാണത്. നമ്മൾ തീർച്ചയായിട്ടും ഒരു മാസ് ഡിസ്പ്ലേസ് ചെയ്യുന്നു, അത് തിരിച്ച് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് വരുമ്പോൾ വി ക്യാൻ സ്റ്റോർ എനർജി. അതൊരു സിമ്പിൾ ഐഡിയയാണ്. അപ്പോൾ അത് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനിയിപ്പം അടുത്ത് ചെയ്യാനുള്ളത്. പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ സൈൻ വേവുകളെ പറ്റി നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു 2 പ്രാക്ടിക്കൽ ബോർഡുകളാണ്. ഇതൊരു സൈൻ വേവ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറിന്റെ ബോർഡാണ്. ഇതൊരു എച്ച് ബ്രിഡ്ജ് ആണ് ഇരിക്കുന്നത്. ഇതിനകത്ത് 4 സെറ്റ് മോസ്ഫെറ്റ് ആണ്. ഇവിടെ 1, 2, 3 സെറ്റ് 4, ഒരു സെറ്റിൽ 3 മോസ്ഫെറ്റ് വീതം ഉള്ളൊരു ഡ്രൈവ് സർക്യൂട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മൾ നേരത്തെ MPPT-യുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതേ രീതിയിലുള്ളൊരു സ്വിച്ചിങ് തന്നെയാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ എവറി ഇലക്ട്രോണിക് ഡിവൈസ് എവിടെയെല്ലാം നോക്കിയാലും നമുക്ക് ഇറ്റ് വിൽ ബി ഹാവിംഗ് സം സോർട്ട് ഓഫ് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്. അപ്പോൾ ഇതിന്റെ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻ ദ റേഞ്ച് ഓഫ് അറൌണ്ട് 20 kW. അതായത് ഡിപ്പെൻഡ്സ് ഓൺ ലോഡിനനുസരിച്ച് ഫ്രീക്വൻസി മാറും. ഞാൻ ലാസ്റ്റിൽ ജസ്റ്റ് ഒരു 5 minutes വീഡിയോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബോർഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദിസ് ബോർഡ് ഈസ് എക്കോ ഫ്രണ്ട്ലി. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ കമ്പോണൻസും നമുക്ക് കൈകൊണ്ട് മാറ്റിയിട്ട്, കാരണം റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഡയോഡ്സ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത്തരം സർക്യൂട്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഏത് രീതിയിലായാലും നമ്മൾ ചിന്തിക്കുമ്പോൾ തിങ്ക് ഓഫ് ദി എൻവയോൺമെന്റ്. അപ്പോൾ എൻവയോൺമെന്റിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം റെസിസ്റ്റേഴ്സ് എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്ത് റീയൂസ് ചെയ്യാവുന്ന ഒരു ബോർഡാണ്. അതേസമയം ഇത് മറ്റൊരു സൈൻ വേവ് ജനറേറ്റിംഗ് ബോർഡാണ്. പക്ഷേ ഈ ബോർഡിന് അല്ല, ഇത് ഡബിൾ സൈഡ് പ്രിന്റഡ് ആണ്. ഇതിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ലോട്ട് ഓഫ് മൈക്രോ കമ്പോണൻസ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പോണന്റ് പോയി കഴിഞ്ഞാൽ തന്നെ ഇതിന് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം. അതായത് പ്രത്യേകിച്ച് ഇതിന്റെ പ്രോസസ് സൈഡ്, സ്വിച്ചിങ് സൈഡിൽ നിന്നുള്ള സപ്ലൈ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ ബോർഡ് ഡിസ്പോസ് ചെയ്യാന്നുള്ളതായിരിക്കും നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗം. പിന്നെ ഇതിന്റെ സ്പെയർ അവൈലബിലിറ്റി ആയിരിക്കും മറ്റൊരു ഇഷ്യൂ വരുന്നത്. കാരണം മൈക്രോ കമ്പോണൻസ് എല്ലാവർക്കും അത്ര സിമ്പിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് യൂസ് ചെയ്യേണ്ടതെന്നല്ല പറയുന്നത്, ബട്ട് ഐ പ്രിഫർ എ റീപ്ലേസബിൾ കമ്പോണന്റ് ബോർഡ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി മച്ച് മോർ എക്കോ ഫ്രണ്ട്ലി. പിന്നെ അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഈ സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ യു ഓൾ നോ ഇതും ഒരു സ്വിച്ചാണ്. ഓൺ ഓഫ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ട്രാൻസിസ്റ്ററാണ്. BC337 എന്ന ട്രാൻസിസ്റ്ററാണ്. ഇതും ചെയ്യുന്നത് എന്താണ്? ഇതിനകത്തും ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും, പിന്നെ ഈ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തുണ്ട്? ഒരു ബേസ് ഉണ്ട്. ബേസ് ട്രാൻസിസ്റ്റർ. ഇതിന്റെ ബേസിലാണ് സപ്ലൈ കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ കൈയാണ് ഈ സ്വിച്ചിനുള്ള ഇതിന്റെ ബേസ് ഓൺ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ സെയിം സംഭവമാണ് ഈ ട്രാൻസിസ്റ്ററും ചെയ്യുന്നത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഇനി കുറച്ച് പവർ കൂടുതൽ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? മോസ്ഫെറ്റ് യൂസ് ചെയ്യുന്നു. മോസ്ഫെറ്റ് ആണ് നമ്മുടെ ഈ ഇൻവെർട്ടറിലും MPPT-യിലൊക്കെ ഇരിക്കുന്നത്. ഇനി പവർ കൂട്ടാനായിട്ട് നമ്മൾ മോസ്ഫെറ്റ് യൂസ് ചെയ്യുന്നു. ഈ മോസ്ഫെറ്റുകൾ പാരൽ ചെയ്താൽ വീണ്ടും നമുക്ക് പവർ കൂട്ടിയെടുക്കാം. വീണ്ടും ആംപിയർ കപ്പാസിറ്റി കൂടിയ മോസ്ഫെറ്റുകളുണ്ട്. അങ്ങനെ നമുക്ക് പവറുകൾ കൂട്ടിയെടുക്കാം. ദർ ഈസ് വൺ ലിമിറ്റേഷൻ. ഈ മോസ്ഫെറ്റുകൾക്ക് മറ്റൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു 200 volt മേളിൽ റേഞ്ചിലോട്ടൊക്കെ വരുമ്പോൾ മോസ്ഫെറ്റിന്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഹയർ വോൾട്ടേജിലും നമുക്ക് ഈ സ്വിച്ചിങ് പോസിബിൾ ആക്കുന്ന ഡിവൈസാണ് IGBT. അത് ഹയർ വോൾട്ടേജ് ആൻഡ് ഹയർ പവർ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. IGBT ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാണിക്കാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ IGBT യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ വോൾട്ടേജിലും ഹയർ പവറിലും ഹയർ എഫിഷ്യൻസിയിലും നമുക്ക് സ്വിച്ചിങ് നടക്കും. പക്ഷേ കമ്പയർ ടു ദ കോസ്റ്റ് ഇതിൻ്റെ ഒരു 4 to 5 times എങ്കിലും IGBT ഡ്രൈവ്സിന് കോസ്റ്റ് വരും. അതുകൊണ്ട് ചെറിയ ഡ്രൈവ്സിലൊന്നും IGBT യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ സ്വിച്ചിങ് എന്നൊക്കെ പറഞ്ഞു, നമുക്ക് സ്വിച്ചിങ്ങിൻ്റെ ഒരു ചെറിയൊരു പ്രസന്റേഷനിലേക്ക് പോവാം. Share screen.
ഇത് ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ്. ഇതിനകത്ത് സൈൻ വേവ് ഇൻവെർട്ടേഴ്സിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻവെർട്ടറിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത് പൊതുവേ. പക്ഷേ ഇറ്റ് ഈസ് ഫോർ എവറി സ്വിച്ചിങ്ങിനെല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ഒരു വീഡിയോ ആണ്. 2-3 മിനിറ്റ്സേ ഉള്ളൂ, നമുക്കൊന്ന് കാണാം. PWM സ്കീമാണ്. ഇതിനകത്ത് നിങ്ങൾ ആ വേവ് ഷേപ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് വേവ് ഫോം റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന വേവ് ഫോം, സെക്കൻഡ് ആയിട്ടൊരു മറ്റൊരു ട്രയാങ്കുലർ പോലൊരു വേവ് ഫോം കാണുന്നു. അതിന് താഴെ നമുക്കൊരു 3 PWM സിഗ്നലിന് കിട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, നമുക്കൊരിക്കലും ഇൻവെർട്ടറിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന പോലെ സൈൻ വേവുകളല്ല ജനറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സം സോർട്ട് ഓഫ് പൾസേറ്റിംഗ് വേവ്സ്. ഈ പൾസേറ്റിംഗ് വേവുകളുടെ ആവറേജ് ആണ് നമ്മുടെ സൈൻ വേവ്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നു എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പൾസേറ്റിംഗ് വേവുകളെ, അതായത് ഒരു സൈൻ വേവിന്റെ ഹാഫ് സൈക്കിൾ നിങ്ങൾ എടുക്കുക. ഞാൻ പറഞ്ഞ ആ റൈറ്റ് സൈഡിൽ ടോപ്പിക് കാണുന്ന പിക്ചറിന്റെ സൈൻ വേവിന്റെ ഹാഫ് സൈക്കിൾ എടുക്കുക. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ യു ക്യാൻ സീ എ പൾസേറ്റിംഗ് വേവ്സ്. കണ്ടില്ലേ? ആ പൾസേറ്റിംഗ് വേവിന്റെ ആവറേജ് ആണ് ആക്ച്വലി അവിടെ നമുക്ക് സൈൻ ആയിട്ട് കിട്ടുന്നത്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടണം. ഈ ട്രാൻസിസ്റ്ററിനെ അല്ലെന്നുണ്ടെങ്കിൽ മോസ്ഫെറ്റിനെ നമ്മൾ പൾസുകളായിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഫ്രാക്ഷനിൽ നമ്മളൊന്ന് സ്വിച്ച് ചെയ്യുന്നു, പിന്നൊന്ന് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ആ ഓഫ് ടൈമിൽ നമ്മൾ ഓൺ ചെയ്യുന്ന ടൈമിൻ്റെ ഒരു എഫക്റ്റ് അവിടെ വരും. അപ്പോൾ ആ രീതിയിലുള്ള ആവറേജ്, അതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടണം തീർച്ചയായിട്ടും. അപ്പോൾ സെൻറ്ററിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ഓൺ ആയി നിൽക്കുന്നതിൻ്റെ ടൈം കൂടി നിൽക്കുന്നു. ഓൺ ആവുന്ന ടൈം കൂടുതലും ഓഫ് ടൈം വളരെ കുറവുമാണ്. അപ്പോൾ എന്ത് പറ്റും? ആംപ്ലിറ്റ്യൂഡ് ഇറ്റ് വിൽ ബി ഹയർ. അങ്ങനെയാണ് നമുക്കൊരു ആവറേജ് ഒരു സൈൻ വേവ് ആയിട്ട് നമ്മൾ ഈ ഇൻവെർട്ടറിൽ നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈൻ വേവിൽ നമ്മൾ 60 ഹെർട്സ് പറയുന്നു, അല്ലെങ്കിൽ 50 ഹെർട്സ് പറയുന്നു. അതായത് ഒരു സെക്കൻഡിൽ 50 തവണ നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, 50 തവണ ഓസിലേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ അടുത്ത ഇതിനകത്ത് പക്ഷേ നോക്കേ, നമുക്ക് എത്ര തവണയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു ഹാഫ് സൈക്കിളിൽ തന്നെ ഞാനൊന്ന് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അറൗണ്ട് ഒരു 10 ടൈംസ് എങ്കിലും ഈ സ്വിച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കേ, ഒരു ഫുൾ സൈക്കിളിൽ 20, അപ്പോൾ 20 × 50, സപ്പോസ് 50 ഹെർട്സ് എടുക്കുകയാണെങ്കിൽ 20 × 50, 20 × 50 ചെയ്യുമ്പോൾ എത്ര പറ്റും? അറൗണ്ട് ഒരു 20 × 50, അപ്പോൾ ഒരു 1000 ഹെർട്സിനടുത്ത് നമുക്കത് കിട്ടും. അപ്പോൾ 1000 ഹെർട്സ് പറഞ്ഞാൽ 1 കിലോ ഹെർട്സ് ആയി. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ഫ്രീക്വൻസിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞു നേരത്തെ ഒരു 20 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് ഈ സ്വിച്ചിങ് നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം കുഞ്ഞു സ്വിച്ചിങ്ങുകളാണ് ഒരു ഹാഫ് സൈൻ വേവിൽ തന്നെ നടക്കുന്നതെന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഒരു സൈൻ വേവിനകത്ത് തന്നെ വളരെ ചെറിയ, അതായത് 20 കിലോ ഹെർട്സിലാണ് സ്വിച്ചിങ് നടക്കുന്നത്. ഓർക്കണം, ഒരു സെക്കൻഡിൽ തന്നെ 20 എത്രയോ സ്വിച്ചിങ്ങുകൾ നടന്നിട്ടാണ് നമുക്കൊരു എക്സാക്ട് സൈൻ വേവ് ജനറേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഈ SMPS സർക്യൂട്ടിലായാലും ബാക്ക് ടു ക്ലാസ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഈ SMPS സർക്യൂട്ടുകളിലും ഇൻവെർട്ടറിന്റെ സർക്യൂട്ടുകളിലും എല്ലാം നടക്കുന്നത്. അതായത് സ്വിച്ചിങ് ആണ്. അപ്പോൾ ഈ ഇൻവെർട്ടർ സർക്യൂട്ടിനെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ സ്വിച്ചിങ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോഡ്. അതുകൊണ്ട് ഇത്തരം സർക്യൂട്ട്സിന് എഫിഷ്യൻസി കൂടുതലാണ്. അതായത് ലോഡിനനുസരിച്ചാണ് ഇത് പവർ സ്വിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സോ വെൻ ദ ലോഡ് ഇൻക്രീസസ് എന്ത് പറ്റും? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഒന്ന് ഡ്രോപ്പ് ആവും. അപ്പോൾ വോൾട്ടേജ് ചെയ്യാനുള്ള ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? കുറച്ചുകൂടെ സ്വിച്ചിങ് കൊടുക്കും. മനസ്സിലായി? അപ്പൊ അതിന്റെ ബേസിലാണ് ഇപ്പൊ ഈ വോൾട്ടേജ് ഫീഡ്ബാക്ക് കൊടുത്തില്ലെങ്കിൽ ഇത്തരം ബോർഡുകൾ. അപ്പൊ അങ്ങനെ ഈ ഫീഡ്ബാക്കുകളുടെ ബേസിസിലാണ് സൈൻ വേവ് മൊത്തം വർക്ക് ചെയ്യുന്നത്. ഇപ്പം സ്വിച്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഇത്തരം ബോർഡുകൾക്ക് എഫിഷ്യൻസി വളരെ കൂടുതലാണ്, സൈൻ വേവ് ബോർഡുകൾക്ക്. അതിന്റെ കാരണം പവർ നമ്മൾ ലോഡ് എത്രത്തോളം കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിനകത്തുനിന്ന് സ്വിച്ചിങ് കൂട്ടി കൊടുക്കുന്നത്. പവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി സ്വിച്ചിങ് മോർ പവർ, അതായത് കൂടുതൽ ഡ്യൂട്ടി സൈക്കിൾ, അതാണ് കറക്റ്റ് എക്സാക്ട് വേർഡ്. യു വിൽ ബി സ്വിച്ചിങ് മോർ, അതായത് ഡ്യൂട്ടി സൈക്കിൾ കൂട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പവർ ഫ്ലോയും കൂടുന്നു.
അപ്പോൾ അവിടെ വോൾട്ടേജ് റെഗുലേറ്റഡ് ആയിരിക്കണം. വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്തിട്ട് ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടാണ് സ്വിച്ചിങ് ഡിസൈഡ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പം ഇതിനകത്ത് ഫീഡ്ബാക്ക് കൊടുക്കാതെ ഒന്ന് നമ്മൾ ഇൻവെർട്ടറിന്റെ സർക്യൂട്ട് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ നോട്ട് ഗെറ്റിംഗ് ആൻ എക്സാക്ട് ഔട്ട്പുട്ട്. ഒന്നെങ്കിൽ അത് ട്രിപ്പ് ആവും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും എറർ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. നമ്മൾ റിക്വയർഡ് വാല്യൂ നമ്മൾ ഈ പ്രോഗ്രാമിന് സെറ്റ് ചെയ്യും. 230 വോൾട്ട് സെറ്റ് ചെയ്തിട്ട് ആ റെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോസർ ഇതിനെ സ്വിച്ച് ചെയ്യുക. അപ്പോൾ അതാണ് സൈൻ വേവ് ഇൻവെർട്ടേഴ്സിനകത്ത് നടക്കുന്ന സ്വിച്ചിങ് പ്രൊസീജിയർ. നമ്മൾ SMPS സർക്യൂട്ട് എടുത്താലും MPPTs എടുത്താലും എല്ലാം സ്വിച്ചിങ് ആണ്. ബട്ട് എന്ത് സ്വിച്ച് ചെയ്യണം എന്നുള്ള റെഫറൻസ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ദ ഔട്ട്പുട്ട്. SMPSന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ SMPS കമ്പ്യൂട്ടറിനകത്ത് ഇരിക്കുന്നതിനകത്ത് 12 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്, 5 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്. അതിന് ലോവർ റേഞ്ചിലോട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും 5ഉം 12ഉം ആണ് കോമൺ ഔട്ട്പുട്ട്സ്. അപ്പം 5 വോൾട്ട് വരേണ്ട സ്ഥലത്ത് വി വിൽ ബി സെറ്റിംഗ് എ റെഫറൻസ് വാല്യൂ ഓഫ് 5. അപ്പോൾ ആ 5നെ ബേസ് ചെയ്തുള്ള വാല്യൂ ആയിരിക്കും എപ്പോഴും അവിടെ സ്വിച്ച് ചെയ്യുക. ദർ ബി എ ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്ത് 5 വോൾട്ട് ജനറേറ്റ് ചെയ്യും. 5 വോൾട്ട് ഇപ്പം 2 വാട്ട്സും 5 വോൾട്ടിൽ കൊടുക്കാം, 10 വാട്ട്സും 5 വോൾട്ടിൽ കൊടുക്കാം. അപ്പോൾ ആ വാട്ട്സ് കൂടുന്നതിനനുസരിച്ച് സ്വിച്ചിങ്ങിന്റെ ഫ്രീക്വൻസി ഒന്ന് മാറും. ഇപ്പോൾ സ്വിച്ചിങ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാന ഘടകമാണ്. എങ്കിലേ നമ്മൾക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി നമുക്ക് അതിന്റെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു കാര്യത്തിലും സ്വിച്ചിങ് ഞാനൊരു സിമ്പിൾ ഓൺ ഓഫ് സ്വിച്ച് തന്നെയാണ്, പക്ഷേ അത് ഏത് രീതിയിൽ സ്വിച്ച് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തിന്റെ ബേസിൽ സ്വിച്ച് ചെയ്യണം. ഞാനിപ്പോൾ ഈ സ്വിച്ച് എടുത്ത് നിങ്ങളെ കാണിച്ചു, ഇതിപ്പം ജസ്റ്റ് ഞാൻ ഓൺ ഓഫ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്റെ ഓൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ബേസിൽ വരുന്ന സിഗ്നല് പ്രോസറിൽ നിന്ന് വരുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ പ്രോസറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിനകത്ത് ഇന്റേണലി നടക്കുന്ന ഇതിന്റെ ഈ വർക്കിംഗ് കാര്യങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു. ഇനി ഒറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഈ ലിഥിയം അയൺ ബാറ്ററീസിനെ പറ്റിയാണ്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററീസ് ഞാനത് പറയാൻ കാരണം, നമ്മളിപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ലൈഫ്, തീർച്ചയായിട്ടും ലെഡ് ആസിഡ് ബാറ്ററിയുടെ ലൈഫ് ടൈം, അതിന്റെ എനർജി ഡെൻസിറ്റി, മറ്റു കാര്യങ്ങൾ, അതൊരു നമ്മളൊരു ചർച്ചാ വിഷയമാക്കി തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കുന്ന സാറ്റലൈറ്റുകളിൽ അതിന്റെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 14 years വരെ പറയുന്നുണ്ട്. അത് ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. പിന്നീട് വരുന്ന ഇപ്പൊ എന്തുകൊണ്ട് ലെഡ് ആസിഡ് ബാറ്ററി അവിടെ യൂസ് ചെയ്യുന്നില്ല, അപ്പൊ അതിനൊക്കെ കാരണം അതിന്റെ ആ ലൈഫ് ടൈം തന്നെയാണ്. ഇപ്പം ടാറ്റ ഇപ്പൊ നെക്സോൺ EVയിൽ ലിഥിയം അയൺ ബാറ്ററി മറ്റു യൂസ് ചെയ്ത് അവർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനകത്തും ദേ ആർ ഗിവിംഗ് 8 years ഓഫ് വാറണ്ടി. ഇപ്പൊ 8 വർഷം വാറണ്ടി കമ്പനി തന്നെ തരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, 8 വർഷം വാറണ്ടി, ചിലപ്പം 9ാമത്തെ വർഷം ബാറ്ററി പോവാം, ഒരു 14 വർഷം വർക്ക് ചെയ്യാം. അതെല്ലാം കാര്യമുണ്ട്. പക്ഷെ അതിനകത്തെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ബാറ്ററികളുടെ ലൈഫിന് എന്താണ് ബാറ്ററിയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് കറണ്ട്. നമ്മളത് എപ്പോഴും മനസ്സിലാക്കണം. ലെഡ് ആസിഡ് ബാറ്ററികളെക്കാട്ടിലും വളരെ ഫാസ്റ്റ് ആയിട്ടും ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ചെയ്യാൻ ലിഥിയം അയൺ ബാറ്ററീസിന് പറ്റും. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററീസിനൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് സാറ്റലൈറ്റ്സിലും മറ്റും യൂസ് ചെയ്യുന്നതും. ഇലക്ട്രിക് വെഹിക്കിൾസിനകത്ത് ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണവും അത് തന്നെ. നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് ലെഡ് ആസിഡ് ബാറ്ററി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി കനോട്ട് ഓവർടേക്ക്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സഡൻ പവർ ഈ ബാറ്ററിക്ക് മോട്ടറിലേക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ലിഥിയം അയൺ ബാറ്ററി ക്യാൻ ഡു ദാറ്റ്. ഇറ്റ് ക്യാൻ ഫാസ്റ്റ് ഡിസ്ചാർജ് ആൻഡ് ഫാസ്റ്റ് ചാർജ്. അങ്ങനത്തെ ഒരു വലിയ വ്യത്യാസം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഈ ചാർജ് ഡിസ്ചാർജ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അതിന്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മളത് അറിഞ്ഞിരിക്കണം. അതായത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ലെഡ് ആസിഡിനെക്കാട്ടിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ലിഥിയം അയണിൽ നടക്കും. ലിഥിയം അയണിന് കുറച്ച് പ്ലസ് പോയിന്റ്സ് കൂടെ ഉണ്ട്. അത് മെമ്മറി എഫക്റ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി കൂടുതലാണ്. മെമ്മറി എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് വെച്ചു, അതുപോലെ നമ്മളിപ്പോൾ ഒരു 100 ദിവസം ഒരു അതിന്റെ ഹാഫ് വരെ ഡിസ്ചാർജ് ചെയ്തോളൂ. ബാക്കി ഹാഫ് അതിൽ 100 അല്ലെങ്കിൽ 2 വർഷം അങ്ങനെ യൂസ് ചെയ്തു. 2 വർഷം കഴിഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിക്കകത്ത് ഈ ഹാഫ് പിന്നെ വർക്ക്, അത് അതിന്റെ പ്ലേറ്റിൽ സോളിഡിഫൈ ചെയ്യും ഈ കെമിക്കൽസ്. പക്ഷെ ലിഥിയം അയൺ ബാറ്ററീസിന് അങ്ങനൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അതിനെ ഫുൾ ഡിസ്ചാർജ് ചെയ്യാം, വേണമെങ്കിൽ 10% ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും ചാർജ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ മെറിറ്റ്സ് ലിഥിയം അയൺ ബാറ്ററീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. പിന്നെ എനർജി ഡെൻസിറ്റിയുടെ കാര്യങ്ങൾ പറയുമ്പം ഈ ലിഥിയം അയൺ ബാറ്ററീസ് ഒക്കെ വളരെ വളരെ ഫാർ ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത് കമ്പയർഡ് ടു ലെഡ് ആസിഡ് ബാറ്ററി. അപ്പൊ ഇത്തരം ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി സോളാർ പവർ പ്ലാന്റ്. ലിഥിയം അയൺ ബാറ്ററീസ് ഒക്കെ പണ്ട് തൊട്ടേ സാറ്റലൈറ്റുകളിൽ സോളാർ പവർ ജനറേറ്റ് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പിന്നെ മെസ്സേജ് ആയിട്ടാണോ ഓഡിയോ ആയിട്ടാണോ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ തന്നെ ചോദിക്കാം. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച പോയിന്റുകളിൽ പിന്നീട് ഡിസ്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറും മറ്റു കാര്യങ്ങളും ഞാൻ തരാം. അത് ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാം.
Thank you, Mr. Rahul. We will go ahead and take some time for questions now. So let's start with me. Okay, we are using different types of converters and different types of switches in solar system. So it will generate certain amount of harmonic distortions in grid. So how can we Yes. reduce that harmonics? ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഈ ഈ ഹാർമോണിക്സ് സെൻസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ കൗണ്ടർ സ്വിച്ച് ചെയ്യുന്ന ഡിവൈസുകളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെയൊക്കെ ഒരു എക്കണോമിക് ഫീസിബിലിറ്റിയെ പറ്റിയൊക്കെ ഇനി നമ്മൾ വീണ്ടും അത് സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുകയാണ്. കാരണം വീണ്ടും ഒരു ഡ്രൈവ് സർക്യൂട്ടാണ് വരുന്നത്. അതായത് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സം സോർട്ട് ഓഫ് വേവ്, വി നീഡ് ടു ക്യാൻസൽ ഇറ്റ്. അപ്പൊ അതിനെ കൗണ്ടർ സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കൗണ്ടർ ആയിട്ട് വരുന്ന ഒരു ഓപ്പോസിറ്റ് വേവിനെ ജനറേറ്റ് ചെയ്യുക. അപ്പൊ അത്തരം ഐഡിയാസ് ആണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഡിസ്കഷൻ. പക്ഷേ അതും വീണ്ടും ഒരു ഡ്രൈവ് സർക്യൂട്ട് ആണ്. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ ഡിസൈൻ, അതിന്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. സോ ഹാർമോണിക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഇപ്പം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് KCB തന്നെ ഇപ്പം ഒരുപാട് ഡ്രൈവ് സർക്യൂട്ടുകളൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും സോളാർ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് കാണണമെന്നില്ല. കാരണം സോളാർ കണക്ട് ചെയ്യുന്ന മിക്കവാറും റിമോട്ട് ഏരിയസിലാണ്. KCB ഹാർമോണിക്സ് കളയാനായിട്ട് സബ്സ്റ്റേഷനിലായിരിക്കും. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് തന്നെ അതിനെ കുറെ ബാധിക്കും. അപ്പൊ അങ്ങനെ കുറെ ഘടകങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഇനിയും വീണ്ടും അതിനകത്ത് സോളാർ സെക്ടറിലേക്ക് അഡീഷണൽ ഡിവൈസുകൾ കൊണ്ടുവരേണ്ടിയിരിക്കുകയാണ്. എങ്കിലും കമ്പാരിറ്റീവ്ലി ഇപ്പൊ മോഡേൺ ആയിട്ട് ഇപ്പൊ ഞാൻ ഈ കാണിച്ച സോഫാർ ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാർമോണിക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്, ലെസ് ദാൻ 5 തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് KCB എന്നൊക്കെ അതിന്റെ കമ്മീഷനിങ്ങിന് പോസിബിൾ ആവുന്നത്. അതേസമയം മറ്റു പല ബ്രാൻഡുകളും ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നതിന്റെ ഹാർമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ വളരെ ഹൈ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ക്ലൗഡ്സ് ഫ്ലക്ച്വേറ്റ് മാറുന്ന സമയത്ത് പവർ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഈ പവർ ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് ഈ സ്വിച്ചിങ് ഒരു പ്രശ്നം തന്നെയാണ്. ആ സ്വിച്ചിങ് ഒഴിവാക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കൗണ്ടർ സ്വിച്ചിങ് ആണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. അപ്പൊ അത്തരം ഡിവൈസുകളും കൂടെ അതും നമുക്ക് ഒരു ഇന്നോവേറ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു ഐഡിയ തന്നെയാണ്. കാരണം സോളാർ പ്രൊഡക്ട്സ് ഗ്രിഡ് സിസ്റ്റം ഒക്കെ വന്നിട്ട് ഇപ്പോൾ 5 കൊല്ലം ആവുന്നുള്ളൂ. അപ്പൊ 5 വർഷത്തിനകത്ത് അതിന്റെ ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കാരണം ടോട്ടൽ KCB കണക്റ്റിലുകൊണ്ട് ഒരു 0.1% മിക്കവാറും സോളാർ ആയി കാണത്തുള്ളൂ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇപ്പം അതൊരു ഇഷ്യൂ ആയിട്ട് KCBക്ക് വരില്ല. ബട്ട് വെൻ ദ കണക്റ്റഡ് ലോഡ് ഇൻക്രീസസ്, അല്ലെങ്കിൽ സോളാർ പവർ പ്ലാന്റുകളുടെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദിസ് ഹാർമോണിക്സ് വിൽ ബി ആൻ ഇഷ്യൂ. അപ്പോൾ KCBയിൽ നമ്മൾ ഇതുപോലെ കൗണ്ടർ സ്വിച്ചിങ് ഡിവൈസുകൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് തീർച്ചയായിട്ടും വരും. ഇപ്പോൾ അത് അറിയത്തില്ല, കാരണം എല്ലാ ചെറിയ ചെറിയ പ്ലാന്റുകളും വളരെ എണ്ണവും കുറവാണ്. Mahaguru Institute of Technology. Good results, university ranks and excellent placements every year. Mahaguru Institute of Technology, Kayamkulam.